ഹലോ കൂട്ടുകാരെ, ഇന്ന് രാത്രി നമ്മൾ ചരിത്രത്തിലെ ഏറ്റവും നിശബ്ദമായ ആദ്യ കൂടിക്കാഴ്ചകളിലൊന്നിലേക്ക്, വാസ്കോഡ ഗാമയുടെ കാലിക്കറ്റ് ലാൻഡിംഗിലേക്ക് മെല്ലെ നീങ്ങുകയാണ്. തിരമാലകൾ ശാന്തമാണ്, അന്തരീക്ഷം മങ്ങിയിരിക്കുന്നു, കാട്ടിൽ ഗ്രാമ്പൂവിൻ്റെയും പൂപ്പലിൻ്റെയും മറ്റുള്ളവരുടെ വിയർത്തിൻ്റെയും മണം നേരിയതായി അനുഭവപ്പെടുന്നു. 10 മാസത്തെ കടൽ യാത്രയ്ക്ക് ശേഷം ഒരു പോർച്ചുഗീസ് കാരക്കിൻ്റെ കിരികിരുക്കുന്ന ഡെക്കിൽ നിങ്ങൾ നിൽക്കുകയാണ്. കരയല്ല, മറിച്ച് ഇന്ത്യയുടെ തീരപ്രദേശത്തെ ഈർപ്പത്തിൻ്റെ പശപശയാണ് നിങ്ങളെ ആദ്യം തട്ടുന്നത്. കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ സോക്സ് ഇനി എന്നേക്കുമായി നനഞ്ഞിരിക്കും. നിങ്ങൾ മാസങ്ങളായി ക്യാൻവാസ് വലിച്ചിഴച്ചും മഴവെള്ളം കോരിയൊഴിച്ചും കൈകൾ വേദനിക്കുന്നു. നിങ്ങൾക്കറിയാത്ത എന്തോ അറിയാമെന്നതുപോലെ ഒരു കടൽക്കാക്ക മുകളിൽ നിന്ന് കരയുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളോ അവർ പ്രാർത്ഥിക്കുകയോ ഛർദ്ദിക്കുകയോ അല്ലെങ്കിൽ സ്കർവി ഒഴിവാക്കാൻ ഏറ്റവും നല്ല വിശുദ്ധൻ ആരാണെന്ന് വാദിക്കുകയോ ചെയ്യുന്നു. സ്രാവുകൾ നിറഞ്ഞ വെള്ളത്തെയും അക്രമാസക്തമായ തിരമാലകളെയും ഉപ്പിട്ട മാംസത്തെക്കുറിച്ചുള്ള ഒരാളുടെ ആശയത്തെയും അതിജീവിച്ച പോർച്ചുഗലിലെ ഏറ്റവും ധീരനായ നാവികരാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അപ്പോൾ നിങ്ങൾ കംഫർട്ടബിൾ ആകുന്നതിനു മുമ്പ് ഒരു നിമിഷമെടുത്ത് വീഡിയോ ലൈക്ക് ചെയ്യുകയും സ്ലംബർ സാഗയിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യൂ. പക്ഷേ ഞാനിവിടെ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ജെന്യുവൻലി ഇഷ്ടമാണെങ്കിൽ മാത്രം. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ലൊക്കേഷനും ടൈമും കമൻസിൽ രേഖപ്പെടുത്തുമല്ലോ കൂട്ടുകാരെ. നമ്മളെല്ലാവരും ഒരുമിച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നത് എവിടെ നിന്നാണെന്ന് അറിയാൻ എനിക്കിഷ്ടമാണ്. ഇനി ലൈറ്റ്സ് മങ്ങിച്ചുവെക്കൂ, ഒരുപക്ഷേ ആ സോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഹംനായി ഒരു ഫാൻ ഓൺ ചെയ്യൂ. നമുക്ക് ഇന്നത്തെ ജേർണിയിലേക്ക് പതുക്കെ കടക്കാം. നിങ്ങൾ കടൽത്തീരത്തേക്ക് കണ്ണുചിമ്മി നോക്കുന്നു. തെങ്ങുകൾ മന്ദഗതിയിൽ ആടുന്നു, നിങ്ങളുടെ യാത്രയുടെ വേദനയെ പരിഹസിക്കുന്നതുപോലെ. അവയ്ക്കു പിന്നിൽ എവിടെയോ കാലിക്കറ്റ്, അല്ലെങ്കിൽ നാട്ടുകാർ വിളിക്കുന്നതുപോലെ കോഴിക്കോട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു പ്രധാന ട്രേഡിംഗ് ഹബ്ബാണ്. അവിടെ ചൈനീസ് പട്ടും അറബ് പെർഫ്യൂംസും കൂടാതെ ഇപ്പോൾ അവശേഷിക്കുന്ന അവസാനത്തെ പോർച്ചുഗീസ് മെയിൻ ടിന്നും കണ്ടുമുട്ടുന്നു. ഇത് മെയ് 20, 1498. സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടെത്താനും പോർച്ചുഗലിന് പേരെടുക്കാനുമാണ് നിങ്ങളിവിടെ എത്തിയത്. പകരം നിങ്ങൾ ഛർദ്ദിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ അടുത്തു നിൽക്കുന്ന വാസ്കോഡ ഗാമ രാജകീയമായെന്നാൽ വെയിലേറ്റ് കരിഞ്ഞ മുഖഭാവത്തോടെ തൻ്റെ സ്പൈ ഗ്ലാസിലൂടെ നോക്കുന്നു. അദ്ദേഹം വിധിയെക്കുറിച്ച് എന്തോ പിറുപിറുക്കുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതൊരു മണൽത്തിട്ടയാണോ അതോ മറ്റൊരു ഹാലുസിനേഷനാണോ എന്നറിയാൻ മാത്രമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒടുവിൽ നങ്കൂരമിടുന്നു. അതൊരു അവാസ്തവികമായ നിമിഷമാണ്. ചരിത്രം പറയുന്നത് നിങ്ങൾ 2 നാഗരികതകൾ തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കുകയാണെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഒരു പ്രാദേശിക മീൻപിടി വെള്ളം കടന്നുപോകുന്നു. അതിൽ തുഴയുന്ന പ്രായമായ മനുഷ്യൻ നിങ്ങളെ നോക്കാൻ പോലും തയ്യാറല്ല. മാർക്കറ്റിൽ പുളിയുടെ വില എന്തായിരിക്കും എന്നതിലാണ് അയാളുടെ ശ്രദ്ധ. നിങ്ങൾ കരിവീശി. അദ്ദേഹം പാൻ ചുമച്ച് തുപ്പിത്തുഴച്ചിലും തുടർന്നു. കപ്പലിൽ പൂപ്പലിൻ്റെയും ഉണങ്ങിയ വിയർപ്പിൻ്റെയും മണമുണ്ട്. നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാൾ കഴിഞ്ഞ രാത്രി ഒരു എലി അറബിയിൽ സംസാരിച്ചതായി സത്യം ചെയ്തു പറയുന്നു. അതേ എലി ഇപ്പോൾ കപ്പലിലെ അവസാനത്തെ പഴം നോക്കിക്കൊണ്ടിരിക്കുന്നു. കപ്പലിൻ്റെ താഴെ ക്രൂ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയോ ചെയ്യുന്നു, ആദ്യത്തെ ലാൻഡിംഗ് പാർട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ. കാരണം നാട്ടുകാർ എങ്ങനെ പ്രതികരിക്കുമെന്ന് ആർക്കും അറിയില്ല. കുന്തങ്ങൾ കൊണ്ട് വരവേൽക്കുമോ, ആഘോഷമാകുമോ, അതോ കൺഫ്യൂസ്ഡായി കണ്ണുമിഴിച്ചു നോക്കുമോ? നിങ്ങളെയാണ് ആദ്യം കരയിലിറങ്ങാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ലക്കിയാണ്. നിങ്ങളുടെ ചെറിയ ലാൻഡിംഗ് ബോട്ട് കരയിലേക്ക് ആടിയുലയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബൂട്ട്സ്, ഹാറ്റ് എന്നിവയും അഭിമാനവും മുറുക്കെ പിടിക്കുന്നു. ചെറിയ തിരമാലകൾ ബോട്ടിൻ്റെ അടിഭാഗത്തിൽ തട്ടുന്നു. കര അടുക്കുന്നു. നിങ്ങൾ മനസ്സിൽ നിങ്ങളുടെ സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്നു, വല്ല മഹത്തായതോ ഗംഭീരമായതോ ആയ കാര്യങ്ങൾ. പക്ഷേ നിങ്ങളുടെ ബൂട്ട്സ് നനഞ്ഞ മണലിൽ പതിക്കുമ്പോഴേക്കും അത് മനസ്സിലാകുന്നു. നിങ്ങളെത്തി. പക്ഷേ ആരും നോക്കുന്നുപോലുമില്ല. കുറച്ച് മീൻ പിടിക്കാർ നോക്കുന്നുണ്ട്. എവിടെയോ ദൂരെ ഒരാട് കരയുന്നു. നിങ്ങൾ നാടകീയമായി തൊണ്ട ക്ലിയർ ചെയ്യുന്നു. പക്ഷേ ആരും സല്യൂട്ട് ചെയ്യുന്നില്ല. ഒരു ബാൻഡും ചെണ്ടമേളവും ആചാരപരമായ പഴക്കുടയുമില്ല. വെറും തിരമാലകളുടെ ശബ്ദവും ഒരു കോഴിയെ പിന്തുടർന്ന് ഓടുന്ന കുട്ടി വല്ലാതെ വിളിച്ചു പറയുന്ന ശബ്ദവും മാത്രം. ചരിത്രകാരന്മാർ ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നു. നിങ്ങളുടെ വരവ് പ്രതീക്ഷിച്ചതാണോ, പേടിച്ചതാണോ, അതോ പൂർണ്ണമായും അവഗണിച്ചതാണോ എന്ന്. കടൽത്തീരത്തുടനീളം അറബി നാവികർ പരത്തിയ ഗോസിപ്പ് വഴി നിങ്ങൾ വരുന്നത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ പ്രാദേശിക കച്ചവടക്കാർക്ക് അറിയാമായിരുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു. കോഴിക്കോട് സാമൂതിരിയെ സംബന്ധിച്ചിടത്തോളം
മണികൾക്ക് പകരം കുരുമുളക് ട്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വിചിത്രനായ വിദേശി മാത്രമായിരുന്നോ നിങ്ങളെന്ന് മറ്റുള്ളവർ ആർഗ്യൂ ചെയ്യുന്നു. എന്തായാലും നിങ്ങളുടെ കപ്പൽ എത്തിക്കഴിഞ്ഞു. നിങ്ങളുടെ ബൂട്ട്സ് നനഞ്ഞു. കാറ്റിൽ 1000 അടുപ്പുകളിൽ നിന്നുള്ള പാചകത്തിന്റെ മണമുണ്ട്. നിങ്ങൾ മാർക്കോപോളോ ലെവൽ അഡ്വഞ്ചർ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇതുവരെ മറ്റാരുടെയെങ്കിലും ഫാമിലി പിക്നിക്കിലേക്ക് അനധികൃതമായി കയറിച്ചെന്നതുപോലെയാണ് തോന്നുന്നത്. എന്നിട്ടും നിങ്ങളത് സാധിച്ചു. നിങ്ങളും വാസ്കയും കുറച്ച് അർത്ഥഭ്രാന്തരായ നാവികരും മരവും കയറും പ്രാർത്ഥനയും മാത്രം ആശ്രയിച്ച് സമുദ്രങ്ങൾ കടന്നു. നിങ്ങൾ ക്ഷീണിതരാണ്. സൂര്യതാപമേറ്റ് കരിഞ്ഞിരിക്കുന്നു. കാലിലെ സംശയാസ്പദമായ ഒരു മറുകിനെക്കുറിച്ച് വളരെ ആശങ്കയിലാണ്. പക്ഷേ നിങ്ങളിവിടെ എത്തി. നനഞ്ഞ ബൂട്ട്സും എല്ലാം ഉൾപ്പെടെ തുടങ്ങാൻ അത് മതി. നിങ്ങളുടെ ചുറ്റുമുള്ള വായുവിൽ കടൽ വെള്ളത്തിന്റെയും അപരിചിതമായ സ്പൈസസിന്റെയും മണം നിറഞ്ഞിരിക്കുന്നു. കടൽ നിങ്ങൾക്ക് അവളുടെ അവസാന ഉപ്പുരസമുള്ള ചുംബനം നൽകി മൃദുവായ മണലിൽ നിൽക്കുമ്പോൾ നിങ്ങൾ എത്ര ദൂരം വന്നുവെന്ന് മനസ്സിലാകുന്നു. പ്രവചനാതീതമായ കാലാവസ്ഥയും അവസാനമില്ലാത്ത ഭക്ഷണ സാധനങ്ങളും വിശാലമായ സമുദ്രത്തിന്റെ ആത്മാവ് വലിച്ചെടുക്കുന്ന ഏകാന്തതയും. നീണ്ട മാസങ്ങൾക്ക് ശേഷം ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. നിങ്ങൾ ഒടുവിൽ കോഴിക്കോട്ടിൽ പുരാണപ്രസിദ്ധമായ സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട്ടിലെത്തി. അല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരു ബീച്ചിലെങ്കിലും. നിങ്ങളുടെ ക്രൂ മെമ്പേഴ്സ് പതുക്കെ പതുക്കെ ഇറങ്ങുന്നു. ഓരോരുത്തരും സമയമെടുക്കുന്നു. അവരെല്ലാവരും പോർച്ചുഗലിൽ തിരിച്ചുപോയി മത്തിയെ സുഖപ്പെടുത്താനുള്ള ഏറ്റവും നല്ല മാർഗത്തെക്കുറിച്ച് വാദിക്കാൻ ഇഷ്ടപ്പെടുന്നു. എന്നാൽ വാസ്കോ തന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ആരും ശ്രദ്ധിക്കാനില്ലെങ്കിലും അദ്ദേഹം തന്റെ ക്ലോക്ക് ശരിയാക്കുകയും നിവർന്നു നിൽക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്ദേഹം രാജകീയ പെരുമാറ്റച്ചട്ടത്തിനെക്കുറിച്ചും ജോലി തുടങ്ങുന്നതിനെക്കുറിച്ചും എന്തോ പിറുപിറുക്കുന്നു. നിങ്ങൾ എല്ലാവരും എത്ര പ്രധാനപ്പെട്ടവരാണെന്ന് എല്ലാവരെയും അറിയിക്കുക എന്നത് മാത്രമാണോ ഈ മിഷന്റെ ഉദ്ദേശമെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. പക്ഷേ യാഥാർത്ഥ്യം വളരെ ശാന്തമാണ്. ഇന്ത്യൻ തീരത്ത് കാലുകുത്തിയ ആദ്യത്തെ യൂറോപ്യന്മാർ നിങ്ങളല്ല. പോർച്ചുഗീസ് ഫെയിം ഇപ്പോഴും നിങ്ങളുടെ രാജാവിന്റെ കണ്ണിലെ തിളക്കം മാത്രമാണ്. ഇപ്പോൾ നൂറ്റാണ്ടുകളായി ഈ തീരങ്ങളിൽ സുഗന്ധവ്യഞ്ജനങ്ങളും പട്ടും വിചിത്രമായ പെർഫ്യൂംസും വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുന്ന അറബികൾ ഉൾപ്പെടെ വിദൂര തീരങ്ങളിൽ നിന്നുള്ള നിരവധി സന്ദർശകരിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ. നിങ്ങൾ കണ്ടുമുട്ടുന്ന ചെറിയ നാട്ടുകൂട്ടം നിങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ട് തല കുനിക്കുന്നില്ല. ഒരു ബാൺയാർഡ് ഡാൻസിൽ തെറ്റിവന്ന ഒരു ജിറാഫിനെ പോലെ നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങുന്നു. പരേഡോ സ്വീകരണമോ ഒന്നുമില്ല. ദുരൂഹത്തോടുകൂടിയ നോട്ടങ്ങൾ മാത്രം. പാടത്ത് ജോലി ചെയ്യുന്നവരുടെ മുഖത്ത് മഞ്ഞപ്പാടുള്ള ഒരു ചെറിയ കുട്ടി ഓടിവന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു പഴം തരുന്നു. ഇത് ഭക്ഷണമാണോ അതോ അവിടുത്തെ കറൻസിയാണോ എന്ന് സംശയിച്ച് നിങ്ങളത് സൂക്ഷ്മമായി മണത്തുനോക്കുന്നു. അവൻ ചിരിച്ചുകൊണ്ട് തലയാട്ടി കഴിക്കാൻ ആംഗ്യം കാണിക്കുന്നു. നിങ്ങൾ ഒരു കടിയെടുക്കുന്നു. നിങ്ങൾ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത ഒന്ന്. മധുരവും എന്നാൽ കയ്പും കൂടിയത്. എല്ലാം സിമ്പിളായിരുന്ന ബോട്ടിലേക്ക് തിരിച്ചുപോകാൻ നിങ്ങൾക്ക് ആഗ്രഹം തോന്നുന്നു. വാസ്കോക്ക് ഒരു വരവേൽപ്പ് ചടങ്ങുകൾ ഇല്ലാത്തതിൽ വ്യക്തമായും അസംതൃപ്തി തോന്നി. അദ്ദേഹം ഉറക്കെ തൊണ്ടകൊണ്ട് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. ഒരു യോഗം വിളിക്കാൻ ആംഗ്യം കാണിച്ചു. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് കച്ചവടം സ്ഥാപിക്കാനും ബന്ധങ്ങൾ ഉണ്ടാക്കാനും തീർച്ചയായും പോർച്ചുഗീസ് സാമ്രാജ്യം എത്തിയിരിക്കുന്നു എന്നുകൂടി എല്ലാവരെയും അറിയിക്കാനുമാണ്. ഈ യാത്ര യഥാർത്ഥ ബുദ്ധിയേക്കാൾ വലിയ അഹങ്കാരമുള്ള ആരോ പ്ലാൻ ചെയ്തതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. വാസ്കോ നാട്ടുകാർക്ക് കാഴ്ചവെക്കാനായി ചെറിയ സാധനങ്ങൾ നിറഞ്ഞ ഒരു ചെറിയ പൊതിയെടുക്കുന്നത് നിങ്ങൾ കണ്ടു. ഡീൽ ഉറപ്പിക്കാനുള്ള സമ്മാനങ്ങൾ. കുറച്ച് മുത്തുകൾ, കണ്ണാടികൾ, കുറച്ച് തിളങ്ങുന്ന ആഭരണങ്ങൾ എന്നീ സിമ്പിളായ സമ്മാനങ്ങൾ നാട്ടുകാരെ നിങ്ങളുമായി വ്യാപ ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ. മുൻപ് നിങ്ങൾ നടത്തിയ മോശം അറബിക് ഭാഷയിലുള്ള ഡിപ്ലോമസി ശ്രമങ്ങളെക്കാൾ ഈ സമ്മാനങ്ങൾ നല്ല രീതിയിൽ സ്വീകരിക്കപ്പെടുമോ എന്ന് നിങ്ങൾ നിശബ്ദമായി ആലോചിക്കുന്നു. തീർച്ചയായും പ്രാദേശിക പ്രമുഖർ നിങ്ങളെ സ്വീകരിക്കാനെത്തി. നിങ്ങൾ പ്രതീക്ഷിച്ച ആദരവോടെയല്ല, മറിച്ച് മര്യാദയ്ക്കുള്ള നിസ്സംഗതയോടെ. വിലപിടിപ്പുള്ള എംബ്രോയിഡറി ചെയ്ത വസ്ത്രം ധരിച്ച ഒരാൾ പെട്ടിയെടുത്ത് അതിന്റെ മൂടി തുറന്ന് ഉള്ളിലുള്ളത് പരിശോധിച്ചു. അയാളുടെ ഭാവം മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. അയാൾക്ക് ഇത് ഇംപ്രസീവായോ അതോ അപമാനിക്കരമായി തോന്നിയോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. അയാൾ കുറച്ചുനേരം നിശബ്ദനായി നിന്ന ശേഷം അവസാനം തന്റെ കൂട്ടുകാരനോട് എന്തോ പറഞ്ഞു. നിങ്ങൾ വാസ്കോയെ നോക്കി. എന്നാൽ അദ്ദേഹം ഇതെല്ലാം പ്ലാൻ ചെയ്തതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. നിങ്ങൾ സമചിത്തത പാലിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു സ്വർണ്ണ നാണയം കൊടുത്ത് ഒരു വെറും കല്ലു വാങ്ങിയതുപോലെയുള്ള തോന്നൽ ഒഴിവാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇത് നിങ്ങൾ കരുതുന്നത് ഹിസ്റ്ററിയാണ്. കൊച്ചിയുടെ തീരത്ത് ശക്തമായ പോർച്ചുഗീസ് കപ്പൽപ്പടയുടെ വരവും നാട്ടുകാരുടെ പ്രതികരണമോ? ഒരു തോൾ കുലുക്കൽ. ആഘോഷങ്ങളൊന്നുമില്ല. മന്ത്രിച്ചു പറയുന്ന ഒരു കിംവദന്തിയും പോലുമില്ല. ഇതൊന്നും ഐതിഹ്യങ്ങളുടെ കാര്യങ്ങൾ പോലെ തോന്നുന്നില്ല. പ്രശസ്തിക്കായി ഇത്രയും ദൂരം സഞ്ചരിച്ച വാസ്കോ നമ്മൾ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ ഇതെങ്ങനെ വിവരിക്കുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. പഴങ്ങളെക്കുറിച്ചും അല്പം കൺഫ്യൂസ്ഡായ അഭിവാദനങ്ങളെക്കുറിച്ചുമുള്ള കഥകൾ കേട്ട്
രാജാവ് ഇംപ്രസ്ഡ് ആകുമോ? വാസ്കോഡ ഗാമയുടെ കരയിലിറങ്ങൽ ഡ്രമാറ്റിക് ആയിരിക്കണമെന്ന് ഉദ്ദേശിച്ചതാണോ, അതോ വെറും ലോജിസ്റ്റിക്സിന്റെ കാര്യം മാത്രമായിരുന്നോ എന്നതിനെക്കുറിച്ച് പുരോഹിതന്മാർ ഇപ്പോഴും വാദിക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്കും ഉറപ്പില്ല. അടുത്ത കുറച്ച് മണിക്കൂറുകൾ വിപണിയിൽ അലഞ്ഞു നടന്നു. എന്തെങ്കിലും മുന്നേറ്റത്തിന്റെ പ്രതീകം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ നിങ്ങൾ കണ്ടത് വലിയ കാര്യമൊന്നുമല്ല. കാലിക്കറ്റിലെ സുഗന്ധവ്യഞ്ജന വിപണി തിരക്കുള്ളതാണ്. അതെ, എന്നാൽ നിങ്ങളല്ല അവിടുത്തെ മുഖ്യ അട്രാക്ഷൻ. ആ പദവി ലോക്കൽ ട്രേഡേഴ്സിനാണ്. നിങ്ങളെപ്പോലെയുള്ളവരുടെ സഹായമില്ലാതെ തന്നെ അവർ നന്നായി പോകുന്നുണ്ട്. കുരുമുളക് വില പേശുന്ന കച്ചവടക്കാരെ നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഏലക്കയുടെയും കറുവപ്പട്ടയുടെയും മണം വായുവിൽ നിറഞ്ഞു നിൽക്കുന്നു. നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് മീറ്റിംഗിലേക്കാണ് നിങ്ങൾ നടന്നു കയറിയതെന്ന് മനസ്സിലാകുന്നു. സ്ഥലവാസികൾക്ക് വേണ്ട എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, ടെക്സ്റ്റൈൽസ്, മൺപാത്രങ്ങൾ, കൂടാതെ നല്ല നർമ്മബോധവും. ഒരു കച്ചവടക്കാരൻ കുറച്ച് കണ്ണാടികൾക്ക് പകരം ഒരു ബാഗ് കുരുമുളക് വാഗ്ദാനം ചെയ്യുമ്പോൾ പോർച്ചുഗലിൽ നിന്നുള്ള നിധി അത്ര പ്രത്യേകതയുള്ളതല്ലെന്ന ചിന്ത നിങ്ങളെ ചിരിപ്പിക്കുന്നു. എന്നിട്ടും നിങ്ങൾ സ്വയം ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു തുടക്കം മാത്രമാണ്. വാസ്കോ ഇതൊക്കെ മനസ്സിലാക്കും, നിങ്ങൾക്കുറപ്പുണ്ട്. ഇത് ആദ്യ ചാപ്റ്റർ മാത്രമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കൗതുകമുള്ള കാഴ്ചക്കാരുടെ ഒരു ചെറിയ കൂട്ടം നിങ്ങളെ മാർക്കറ്റിലൂടെ നയിക്കുന്നു. കപ്പലിലെ പൊടി തട്ടിക്കളഞ്ഞ വസ്ത്രങ്ങളുമായി നെഞ്ചുമിരിച്ച് വാസ്കോഡ ഗാമ നിങ്ങൾക്ക് മുന്നിൽ നടക്കുന്നു. കാലിക്കറ്റിലെ സാമൂതിരിയെ കാണാൻ പോർച്ചുഗീസ് സംഘം പോവുകയാണ്. എല്ലാവരും ഒരുങ്ങിയിരുന്ന നിമിഷം. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. നിങ്ങൾ പനയോലകൾ കൊണ്ട് മറച്ചിരിക്കുന്ന ഇടുങ്ങിയ കടകളിലൂടെ കടന്നുപോകുന്നു. ചില കച്ചവടക്കാർ സാധാരണ താൽപ്പര്യത്തോടെ നോക്കുന്നു. മറ്റു ചിലർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കാരണം വാസ്കോയുടെ കപ്പൽ വ്യൂഹം ലിസ്ബണിൽ നിന്ന് പുറപ്പെടുന്നതിന് വളരെ മുമ്പേ അവർ അറേബ്യ, പേർഷ്യ, ചൈന, ആഫ്രിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള സഞ്ചാരികളെ കണ്ടിട്ടുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വലിയ വാഗ്ദാനങ്ങളും സംശയകരമായ വൃത്തിയുമായി വന്നിരിക്കുന്ന വെയിലേറ്റ് കരിഞ്ഞ മറ്റൊരു സംഘം മാത്രമാണ്. എന്നിട്ടും സാമൂതിരി ഒരു മീറ്റിംഗിന് സമ്മതിച്ചു. അതും വലിയ കാര്യം തന്നെ. കോഴിക്കോടിന്റെ ഭരണാധികാരിയായ അദ്ദേഹം മലബാർ തീരത്ത് വലിയ സ്വാധീനമുള്ള ആളാണ്. സംസാരിക്കാൻ അനുവാദം കിട്ടിയാൽ മാത്രമേ സംസാരിക്കാവൂ എന്നും ഒരു കാരണവശാലും അദ്ദേഹം ആകർഷകനാകും എന്ന് കരുതരുതെന്നും നിങ്ങളുടെ വഴികാട്ടി മുന്നറിയിപ്പ് നൽകുന്നു. അത് ആശ്വാസകരം തന്നെ. നിങ്ങൾ കൊട്ടാരത്തിലെത്തി. അത് ഉയരമുള്ള കോട്ടയോ സ്വർണം പൂശിയ കോട്ടക്കൊത്തളമോ അല്ല. വായുസഞ്ചാരമുള്ളതും മനോഹരവും കടൽക്കാറ്റ് വീശുന്നതുമായ ഒരു കെട്ടിടമാണ്. ഇടനാഴികളിൽ ചന്ദനത്തിന്റെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം നിറഞ്ഞു നിൽക്കുന്നു. മുകളിലെവിടെയോ നിന്ന് തത്തകളുടെ കരച്ചിൽ പ്രതിധ്വനിക്കുന്നു. നിങ്ങൾ ഹാളിലേക്ക് പ്രവേശിക്കുമ്പോൾ നടകീയമായ ഒരു സംഗീത പശ്ചാത്തലം പ്രതീക്ഷിച്ചിരുന്നു. പകരം മുറ്റത്തിന്റെ അറ്റത്ത് നിന്ന് ഒരാട് കരയുന്നു. വാസ്കോ ഒരു നൈറ്റ്ഹുഡ് പ്രതീക്ഷിക്കുന്ന ആളിന്റെ ആവേശത്തോടെ തലകുനിച്ചു. സമ്മാനങ്ങൾ വീണ്ടും അവതരിപ്പിച്ചു. കണ്ണാടികൾ, ചുവന്ന തൊപ്പികൾ, പവിഴമണികൾ. ലിസ്ബണിൽ വിചിത്രമായി തോന്നിയ മുത്തുകൾ ഇപ്പോൾ ഈ ഉയർന്ന മേൽക്കൂരയും ധൂപഗന്ധവുമുള്ള മുറിയിൽ വിലക്ഷണമായി തോന്നി. സാമൂതിരി മരത്തിൽ നിർമ്മിച്ച ഇരിപ്പിടത്തിൽ അടക്കപ്പാക്ക് ചവച്ചുകൊണ്ട് സമാധാനത്തോടെ ഇരുന്നു. വായിക്കാത്ത പുസ്തകത്തെക്കുറിച്ച് അവതരണം നൽകുന്ന വളരെ സാധാരണ വിദ്യാർത്ഥികളെ നോക്കുന്ന അധ്യാപകനെപ്പോലെ സംഘത്തെ നോക്കി. അദ്ദേഹം ഉടനെ സംസാരിക്കുന്നില്ല. പകരം അദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററെ വിളിക്കാൻ ആംഗ്യം കാണിക്കുന്നു. അറബിക്കും പഴയ സ്പാനിഷിന്റെ ഒരു വേർഷനും സംസാരിക്കുന്ന ഒരു ലോക്കലാളെ. ഈ പഴയ സ്പാനിഷ് ഉപയോഗിച്ച് അയാൾ സംസ്കാരങ്ങൾക്കിടയിൽ ഒരു അവ്യക്തമായ പാലം നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. സംഭാഷണം വളരെ പതുക്കെയാണ് മുന്നോട്ടു പോകുന്നത്. വളരെ പതുക്കെ. ഏറ്റവും സിമ്പിളായ കോൺസെപ്റ്റുകൾ പോലും ട്രാൻസ്ലേറ്ററിന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമ്പോൾ വാസ്കോയുടെ മുഖഭാവം അഭിമാനത്തിൽ നിന്ന് ആശയക്കുഴപ്പത്തിലേക്കും പിന്നെ ചെറിയ ദേഷ്യത്തിലേക്കും മാറുന്നത് നിങ്ങൾ കാണുന്നു. നമ്മൾ സുഗന്ധവ്യഞ്ജനങ്ങൾക്കായി വന്നത്, വാസ്കോ ശ്രദ്ധയോടെ പറഞ്ഞു. ട്രാൻസ്ലേറ്റർ പുരികം ചുളിച്ച് സാമൂതിരിയോടെന്തോ പിറുപിറുത്തു. എന്നിട്ട് തിരികെ വന്നു. നിങ്ങൾ വന്നത് അരിക്കു വേണ്ടിയാണോ? അല്ല, കുരുമുളക്, ഗ്രാമ്പൂ, കറുവപ്പട്ട, സുഗന്ധവ്യഞ്ജനങ്ങൾ. ട്രാൻസ്ലേറ്റർ വീണ്ടും സംശയത്തോടെ തലയാട്ടി. ആ അതെ, നിങ്ങൾക്ക് സൂപ്പ് വേണമെന്നാണോ? നിങ്ങളുടെ പിന്നിലെവിടെയോ നിന്ന് ക്രൂവിൽ ഒരാൾ പൊട്ടിച്ചിരിച്ചു. നിങ്ങളയാളെ കൈകൊണ്ടു കുത്തി. അവസാനം സാമൂതിരി ശാന്തമായും അകന്ന ഭാവത്തിലും മറുപടി പറഞ്ഞു. കച്ചവടം സാധ്യമാണ്, ട്രാൻസ്ലേറ്റർ പറഞ്ഞു.
പക്ഷേ നിങ്ങളുടെ സമ്മാനങ്ങൾ ചെറുത്. നിങ്ങൾ കണ്ണിമിക്കുന്നു. വാസ്കോ നോക്കിക്കൊണ്ടിരിക്കുന്നു. ചെറുതോ? വിവർത്തകൻ തലയാട്ടുന്നു. അതെ, രാജകീയമായ വലിപ്പമില്ല. നിങ്ങൾ ചിരിക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. കാലിക്കറ്റിനെ മണികളും ആഭരണങ്ങളും കൊണ്ട് അമ്പരപ്പിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാണ്. ഇത് സ്വർണവും പട്ടും രത്നങ്ങളും ഊണുമേശയിലെ ഉപ്പുപോലെ കൈമാറ്റം ചെയ്യപ്പെടുന്ന നഗരമാണ്. കണ്ണാടികളും തൊപ്പികളും രാജകീയ പ്രതിനിധി എന്ന് വിളിച്ചു പറയുന്നില്ല. അവ വഴിതെറ്റിയ ടൂറിസ്റ്റ് എന്ന് പതുക്കെ പറയുന്നു. എന്നിട്ടും സാമൂതിരി മര്യാദ കാണിക്കുന്നു. കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക എന്ന വ്യവസ്ഥയിൽ പോർച്ചുഗീസുകാരെ നിൽക്കാനും വ്യാപാരം ചെയ്യാനും അനുവദിക്കുന്നു. തുറമുഖത്തൊരു ചെറിയ വെയർഹൌസ് നിങ്ങൾക്കനുവദിച്ചു. മാറ്റുമ്പോഴും തേങ്ങയും കരുതൽ മീൻപിടുത്ത വലകളും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതായിരിക്കും. ഒരു വ്യാപാര സാമ്രാജ്യമെന്ന് പറയാനില്ല. പക്ഷേ ഇതൊരു തുടക്കമാണ്. സമോരിൻ വാസ്കോയെ ഒരു ഭീഷണിയായി കണ്ടോ, അതിഥിയായി കണ്ടോ, അതോ വെറുമൊരു ചെറിയ ശല്യമായി കണ്ടോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇന്നും വാദിക്കുന്നു. ചിലർ പറയുന്നത് അദ്ദേഹം പോർച്ചുഗീസുകാരെ നിശബ്ദമായ രസത്തോടെ വീക്ഷിച്ചു. മറ്റു ചിലർ വിശ്വസിക്കുന്നത് യൂറോപ്യൻ അഭിലാഷങ്ങളുടെ തുടക്കം അദ്ദേഹം മനസ്സിലാക്കി ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു എന്നാണ്. എന്തായാലും കൂടിക്കാഴ്ച യാതൊരുവിധ സംഘർഷങ്ങളുമില്ലാതെ അവസാനിച്ചു. സഖ്യങ്ങളൊന്നും ഉണ്ടായില്ല. പ്രഖ്യാപനങ്ങളൊന്നും നടന്നില്ല. വെറുമൊരു തലയാട്ടലും കൈവീശലും നിശബ്ദമായ പിരിച്ചുവിടലും മാത്രം. പോർച്ചുഗീസുകാരെത്തി. രാജകീയ വിരുന്നിന് ചുറ്റും മണം പിടിച്ചു നടക്കുന്ന ഒരു തെരുവുപൂച്ചയെപ്പോലെ സൗമ്യമായി പിരിച്ചുവിടപ്പെട്ടു. കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ നയതന്ത്രമായ പരാജയത്തിന്റെ ലൈറ്റ് വേദനയുണ്ടാകുന്നു. അടുത്ത തവണ കൂടുതൽ നല്ല ഗിഫ്റ്റുകൾ കൊണ്ടുവരണമെന്ന വാസ്കോ എന്തോ പിറുപിറുക്കുന്നു. മറ്റൊരാൾ മലയാളം സംസാരിക്കാൻ ഒരു തത്തയെ പരിശീലനം നൽകണമെന്ന് നിർദ്ദേശിക്കുന്നു. ആ ആളെ ഒരിക്കലും ഒരു വിലപേശൽ നയിക്കാൻ അനുവദിക്കരുതെന്ന് നിങ്ങൾ മനസ്സിൽ കുറിച്ചുവെക്കുന്നു. അന്ന് രാത്രി കടൽ തീരത്തിരുന്ന സൂര്യൻ അസ്തമയരേഖയിൽ ഓറഞ്ച് നിറം ചിന്തുന്നത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ചിന്ത. എല്ലാ മഹത്തായ ചരിത്ര നിമിഷങ്ങളും ഇങ്ങനെയാണോ തുടങ്ങുന്നത്? ആശയക്കുഴപ്പം, വിചിത്രമായ വിവർത്തനവും, തൃപ്തിപ്പെടാത്ത രാജാക്കന്മാരും. നിങ്ങൾ ബൂട്ട് സൂരിവയ്ക്കുന്നു. മണൽ നിങ്ങളുടെ വിരലുകൾക്ക് താഴെ ചൂടാണെന്ന് തോന്നുന്നു. നിങ്ങളുടെ പിറകിലെവിടെയോ ആരോ അടക്ക ചവയ്ക്കുന്നുണ്ട്. സമുദ്രത്തിനക്കരെ എവിടെയോ നിങ്ങളുടെ രാജാവ് കുരുമുളകിനെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും സ്വപ്നം കാണുന്നു. ഇവിടെ നിങ്ങൾ കണങ്കാൽ വരെ ഉപ്പിലും വിനയത്തിലും മുങ്ങി നിൽക്കുന്നു. അറബിക്കടലിനു മുകളിലൂടെ മടിയൻ മേഘങ്ങൾ പോലെ അടുത്ത കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. വാസ്കോഡ ഗാമ ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു നയതന്ത്രനായി കാലിക്കറ്റിൽ പോർച്ചുഗീസ് വ്യാപാര സാന്നിധ്യമുണ്ടാക്കാൻ ശ്രമിച്ചു. എന്നാൽ നിങ്ങളെ ഡോക്കിലേക്ക് സാധനങ്ങൾ കയറ്റുവാനും ചെയ്യാനും ഇറക്കുവാനും ചെയ്യാനും സഹായിക്കാൻ അയച്ചു. സിദ്ധാന്തപരമായി അത് ഉൽപ്പാദനക്ഷമമായി തോന്നിയേക്കാം. യാഥാർത്ഥ്യത്തിൽ ചൂടിൽ വിയർത്ത് നിൽക്കുക മാത്രമാണ് പ്രധാനമായും ചെയ്യുന്നത്. ആരെങ്കിലും വല്ലാതെ ഭാരമുള്ള എന്തെങ്കിലും എടുക്കാൻ പറയാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വരവിൻ്റെ പുതുമ പൂർണ്ണമായും മാഞ്ഞുപോയിരിക്കുന്നു. നാട്ടുകാർ അവരുടെ പതിവിലേക്ക് തിരിച്ചുപോയി. നിങ്ങളെ രണ്ടാമതൊരു നോട്ടം പോലും നോക്കുന്നില്ല. ആദ്യം അത് നിരാശജനകമായിരുന്നു. നിങ്ങളൊരു ഹിസ്റ്റോറിക് യാത്രയുടെ ഭാഗമായിരുന്നില്ലേ? ജനങ്ങൾ നിങ്ങളുടെ ഓട്ടോഗ്രാഫ് ചോദിക്കാൻ ക്യൂ നിൽക്കേണ്ടതല്ലേ? പക്ഷേ ഈ അജ്ഞാതത്വം വിചിത്രമായി ആശ്വാസികരമാണ്. നഗരം നിങ്ങൾക്ക് ചുറ്റും സജീവമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിശബ്ദമായി നിരീക്ഷിക്കാം. എന്തൊരു നഗരമാണിത്! കാലിക്കറ്റ് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ള എന്തിനേക്കാളും വ്യത്യസ്തമാണ്. എല്ലാ ഷേപ്പിലും വലിപ്പത്തിലുമുള്ള ബോട്ടുകൾ അവിടുത്തെ തിരക്കേറിയ പിയറുകളിൽ ഡോക്ക് ചെയ്തിരിക്കുന്നു. ഷൂസുകൾ, ചൈനീസ് ജങ്കുകൾ, ഫ്ലോട്ടിംഗ് ഹാമക്കുകൾ പോലെ തോന്നിപ്പിക്കുന്ന കട്ടമരൻസ് വരെ. നിങ്ങൾക്ക് സങ്കൽപ്പിക്കാവുന്ന എല്ലാ നിറത്തിലും തത്തകൾ, മേൽക്കൂരകളിലൂടെ ഓടുന്ന കുരങ്ങുകൾ, ആനക്കൊമ്പ് മുതൽ ഹൃദയവേദന മാറ്റുമെന്ന് കയ്യെഴുത്തിലെഴുതിയ ലേബലുകളോടുകൂടിയ മിസ്റ്റീരിയസ് ഓയിൽസ് വരെ വിൽക്കുന്ന കച്ചവടക്കാരും ഇവിടെയുണ്ട്. ഒരു രാവിലെ നിങ്ങളൊരു സുഗന്ധവ്യഞ്ജന ലേലവിൽപ്പന നടക്കുന്നത് കാണുന്നു. വിൽപ്പനക്കാരൻ ഒരു ചെറിയ കുരുമുളക് പൊതി ഉയർത്തിപ്പിടിക്കുന്നു. എന്നിട്ട് ലേലം വിളി തുടങ്ങുന്നു. വേഗത്തിൽ, മൂർച്ചയോടെ, സംഗീതാത്മകമായി. ഇതൊരു ട്രാൻസാക്ഷൻ എന്നതിനുപരി ഒരു കല കൂടിയാണ്. നിങ്ങൾക്കൊരു വാക്കും മനസ്സിലാകുന്നില്ല. പക്ഷെ ആ റിതം മനം കവരുന്നതാണ്. അത് അവസാനിക്കുമ്പോൾ മൈലാഞ്ചി നിറമുള്ള വിരലുകളും തോളിലൊരു തത്തയുമുള്ള ആൾക്ക് ആ പൊതി ലഭിക്കുന്നു. അയാൾ നിങ്ങളെ കണ്ണിറുക്കുന്നു. നിങ്ങൾ തിരിച്ച് കണ്ണിറുക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് സാധിക്കുന്നത് ഒരു കണ്ണടപ്പ് മാത്രമാണ്. അത് നിങ്ങളെ രോഗിയെപ്പോലെ കാണിക്കുന്നുണ്ടാകാം. പോർച്ചുഗീസുകാർ ഈ സങ്കീർണമായ ബിസിനസ് നെറ്റ്വർക്കിൽ എത്ര പരിചയക്കുറവുള്ളവരാണെന്ന് വ്യക്തമാകുന്നു.
അറബികൾ നൂറ്റാണ്ടുകളായി ഇവിടെ ബിസിനസ് ചെയ്യുന്നു. അവർക്ക് ഭാഷകളറിയാം, ആചാരങ്ങളറിയാം, പരിചയസമ്പന്നരായ നർത്തകരെപ്പോലെ വിളിപേശലുകളിലൂടെ സുഗമമായി കടന്നുപോകുന്നു. നിങ്ങളോ ഒരു നാണയം കൈമാറുമ്പോൾ പോലും ആരെയും അപമാനിക്കാതിരിക്കാൻ എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങളുടെ എളിമയുള്ള വെയർഹൌസിൽ തിരിച്ചെത്തിയപ്പോൾ വാസ്കോ പ്രദേശ കസ്റ്റംസ് ഓഫീസറുമായി വാദിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പേപ്പർ വർക്ക് വളരെ കൂടുതലാണെന്നാണ്. കരയിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ സാധനത്തിനും ഡോക്യുമെന്റേഷൻ വേണം. ഓരോ ട്രാൻസാക്ഷനും ഒരു സ്റ്റാമ്പ് വേണം. ഒരു ഓഫീസർ, പുരികം എപ്പോഴും ഉയർത്തിയിരിക്കുന്ന ഒരു മെലിഞ്ഞ മനുഷ്യൻ, നിങ്ങൾക്കുറപ്പായും ഇല്ലെന്ന് തോന്നുന്ന ഡോക്യുമെന്റുകൾ ചോദിക്കുന്നതിൽ പ്രത്യേകം സന്തോഷം കാണിക്കുന്നു. ഒരു ഘട്ടത്തിൽ വാസ്കോ ക്ഷമ നഷ്ടപ്പെട്ട് ആ മനുഷ്യന് ഒരു തിളങ്ങുന്ന ബ്രോച്ച് പ്രോസസ്സിംഗ് ഇൻസെന്റീവായി നൽകി. ഉദ്യോഗസ്ഥൻ ചിരിച്ചുകൊണ്ടത് സ്വീകരിച്ചു. എന്നിട്ട് ഡിക്ലറേഷൻ ഓഫ് ഡെക്കറേറ്റീവ് ട്രിങ്കറ്റ് ട്രാൻസ്ഫർ എന്ന തലക്കെട്ടുള്ള ഒരു ഫോം വാസ്കോയ്ക്ക് നൽകി. അതൊരു ഒഫീഷ്യൽ ഡോക്യുമെന്റാണോ അതോ ഒരു തമാശയാണോ എന്ന് നിങ്ങൾക്കുറപ്പില്ല. എന്നായാലും വാസ്കോ അത് അലങ്കാരപൂർവ്വം സൈൻ ചെയ്തു. സംഘർഷങ്ങളുണ്ടായിരുന്നെങ്കിലും ചെറിയ ഡീൽസ് നടന്നു. കുറച്ച് കുരുമുളക് കപ്പലുകളിൽ കയറ്റി, കുറച്ച് ഇഞ്ചി, അല്പം കറുവപ്പട്ട. നാട്ടിൽ രാജാവ് പ്രതീക്ഷിച്ചതുപോലെ വലിയ സുഗന്ധവ്യഞ്ജന ലാഭങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ എന്തെങ്കിലും കിട്ടി. രാജകീയ കോർട്ടിൽ പതുക്കെയുള്ള കയ്യടിയും മന്ദസ്വരത്തിലുള്ള നിരാശയും ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഇന്ത്യൻ മഹാസമുദ്ര വ്യാപാരത്തിന്റെ സങ്കീർണതകൾ വാസ്കോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിരുന്നോ എന്നത് ചരിത്രകാരന്മാർ ഇന്നും സംവാദിക്കുന്നുണ്ട്. ചിലർ അദ്ദേഹം ഒരു സ്വപ്നദർശിനിയായിരുന്നു എന്ന് വാദിക്കുന്നു. മറ്റു ചിലർ അദ്ദേഹം വെറും വാശിക്കാരനായിരുന്നു എന്നും പറയുന്നു. ഗ്ലാസ് മണികൾ അപൂർവമായ പോർച്ചുഗീസ് വിഭവമാണെന്ന് ഒരു നാട്ടുകാര വ്യാപാരി പറഞ്ഞു ഫലിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ നിങ്ങൾ രണ്ടാമത്തെ അഭിപ്രായത്തിലേക്ക് ചായുന്നു. ഇപ്പോഴേക്കും ക്രൂ ടെൻഷനായി. ചൂട് അസഹനീയമാണ്. കൊതുകുകൾ ക്രൂമേറ്റ്സിനേക്കാൾ ആക്രമണാത്മകമാണ്. ഒരു വിൽപ്പനക്കാരന് തോന്നുന്നത് മൊസാംബിക്കിൽ വെച്ച് അവൻ അപമാനിച്ച ഒരു ആടിന്റെ ഘോസ്റ്റ് അവന്റെ ബങ്കിലുണ്ടെന്നാണ്. മറ്റൊരാൾ ചൂടുകൊണ്ടോ ബോറടിച്ചിട്ടോ നിങ്ങൾക്കുറപ്പില്ല ലാറ്റിൻ ഭാഷയിൽ മാത്രം സംസാരിക്കാൻ തുടങ്ങി. ഭക്ഷണം ദിനം പ്രതിയുള്ള സംവാദ വിഷയമായി മാറുന്നു. നാടൻ പാചകം സുഗന്ധവും രുചികരവുമാണ്. പുളി, തേങ്ങ, മസാലകൾ എന്നിവ നിറഞ്ഞത്. പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് ശീലിക്കാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് വാസ്കോ. ചോറ് അവനെ എതിരെ ഗൂഢാലോചന നടത്തുന്നു എന്നാണ് പറയുന്നത്. ഇത് ചോറിനെക്കുറിച്ചല്ല, മറിച്ച് 4 ദിവസം മുമ്പ് അവൻ്റെ പോർച്ചുഗീസ് വൈൻ തീർന്നുപോയതുകൊണ്ടാണെന്ന് നിങ്ങൾ സംശയിക്കുന്നു. നിശബ്ദമായ നിമിഷങ്ങളിൽ നിങ്ങൾ അലഞ്ഞു നടക്കുന്നു. മല്ലിപ്പൂ വള്ളികൾ നിറഞ്ഞ ഇടുങ്ങിയ ഇടവഴികളിലൂടെ. പഴക്കമുള്ള വിഗ്രഹങ്ങൾക്ക് താഴെ പഴവും പൂവും വച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾക്ക് മുന്നിലൂടെ. നിങ്ങൾ നോക്കാതിരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ശബ്ദങ്ങൾ മാത്രം, ദൂരെ നിന്നുള്ള പ്രാർത്ഥനാവിളിയും ക്ഷേത്രമണികളും വെള്ളത്തിനു മുകളിലൂടെ മീൻപിടിക്കാർ വിളിച്ചു പറയുന്നതും നിങ്ങളുടെ എല്ലുകളിലേക്ക് ഇറങ്ങിച്ചില്ലുന്നു. നിങ്ങൾക്ക് മുൻപ് ഈ നഗരം നിലനിന്നിരുന്നു എന്നും നിങ്ങൾ പോയതിനു ശേഷവും ഇത് തുടരുമെന്നും നിങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങളിവിടെ ചരിത്രം സൃഷ്ടിക്കുകയല്ല, അതിനെ തൊട്ടില്ല എന്നു മാത്രം. അത് നിങ്ങളെ ശ്രദ്ധിക്കുന്നതായി തോന്നുന്നില്ല. ഒരു വൈകുന്നേരം ഒരു ലോക്കൽ വ്യാപാരി നിങ്ങളിൽ കുറച്ചുപേരെ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി അത്താഴം ഷെയർ ചെയ്യാൻ ക്ഷണിക്കുന്നു. വിളക്കിൻ്റെ വെളിച്ചമുള്ള കുറ്റത്ത് കാലുകൾ മടക്കിയിരുന്ന് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ സ്വയം ലജ്ജാകുലനാകാതിരിക്കാൻ ശ്രമിക്കുന്നു. ഭക്ഷണം വളരെ രുചികരമായിരുന്നു. മൗക്കവും ആംഗ്യങ്ങളും ചിരികളും മാത്രമായിരുന്നെങ്കിലും സംഭാഷണം ഊഷ്മളമായിരുന്നു. അപ്രതീക്ഷിതമായി എരിവുള്ള ഒരു പരിപ്പുവട ചവയ്ക്കുമ്പോൾ ഈ നിമിഷം എങ്ങനെ ഓർമ്മിക്കപ്പെടും എന്നോ അല്ലെങ്കിൽ അസലെ ഓർമ്മിക്കപ്പെടുമോ എന്നും നിങ്ങൾ ആലോചിക്കുന്നു. ചരിത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും രേഖപ്പെടുത്തപ്പെടുന്നില്ല. ചിലപ്പോൾ അത് നിങ്ങളുടെ മോശം ജോക്കുകൾക്ക് പോലും ചിരിച്ച് അപരിചിതരായുമായുള്ള ഒരു ശാന്തമായ ഡിന്നർ മാത്രമായിരിക്കും. ഒരു രാവിലെ നിങ്ങൾ കോഴികൾ ജനാവാതിലിന് താഴെ വഴക്കിടുന്ന ശബ്ദം കേട്ട് ഉണരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ ക്രൂ ആയിരിക്കും വീണ്ടും. എന്തായാലും സൂര്യൻ ഉയർന്നു കഴിഞ്ഞു. പ്രഭാതത്തിലെ മഞ്ഞ് മാഞ്ഞു പോകുന്നു. ആ മഞ്ഞ് കുറച്ചു നേരത്തേക്ക് കാലിക്കറ്റിനെ ഒരു ശാന്തമായ കടലോര പട്ടണം പോലെ തോന്നിപ്പിച്ചിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു തിരക്കേറിയ പോർട്ട് സിറ്റിയാണ്. പ്രഭാത ഭക്ഷണത്തിനിടയിൽ ചപ്പാത്തിയും പഴുത്ത പഴവും കാപ്പിയിലേക്ക് പകരം ഉണങ്ങിയ പുല്ല് ഇട്ടിട്ടുണ്ടോ എന്ന സംശയവുമുള്ള ഒരു ഭക്ഷണത്തിനിടയിൽ ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെന്ന വാർത്ത നിങ്ങളിലേക്കെത്തുന്നു. നാട്ടുകാരുമായല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം ആളുകൾക്കിടയിലാണ് ടെൻഷൻ. യാത്ര വളരെ നീണ്ടതായിരുന്നു. കരയിലെത്തിയപ്പോൾ നിരാശ തോന്നി.
പതുക്കെയുള്ള സങ്കീർണമായ ചർച്ചകൾ ആരെയും ആവേശമാക്കുന്നില്ല. വാസ്കോ ഡഗാമ അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിലാഷമുണ്ടായിട്ടും ഒരു അത്ഭുതം സൃഷ്ടിക്കുന്നയാളല്ല. എന്നിട്ടും പരാതികൾക്ക് ഒഫീഷ്യൽ കാരണം കാർഗോയാണ്, അല്ലെങ്കിൽ കാർഗോയുടെ കുറവ്. സുഗന്ധവ്യഞ്ജനങ്ങൾ കുറച്ചായി വരുന്നുണ്ട്, പക്ഷേ വേഗത പോരാ. കോഴിക്കോട്ടിലെ വ്യാപാരികൾ സംശയത്തിലാണ്. ചിലർ അറബ് കച്ചവടക്കാരോട് വിശ്വസ്തതയുള്ളവരാണ്. മറ്റുള്ളവർ മനസ്സിലാക്കാൻ പറ്റാത്ത ഭാഷയും വിചിത്രമായ മതവും കുറച്ച് ഉരുകിയ തൊപ്പികളുമായി വന്ന ഈ പോർച്ചുഗീസ് പുതിയ ആളുകളെ വിശ്വസിക്കാൻ കൂട്ടക്കുന്നില്ല. പുതുതായി കിട്ടിയ സാധനങ്ങളുടെ ഇൻവെന്ററി എടുക്കാൻ നിങ്ങളെ വെയർഹൗസിലേക്ക് അയക്കുന്നു. 4 ചെറിയ ചാക്ക് കുരുമുളക്, 1 ചാക്ക് ഇഞ്ചി, പിന്നെ പോസിബിൾ സിന്നമൺ എന്ന് ലേബൽ ചെയ്ത ഒരു പെട്ടി. അതിനുള്ളിൽ ജാതിക്കയുടെയും നനഞ്ഞ ഡ്രിഫ്റ്റ് വുഡിൻ്റെയും ഇടയിലുള്ള മണമുള്ള തൊലിയാണ്. നിങ്ങൾ മര്യാദയ്ക്ക് മണം നോക്കി മാനിഫെസ്റ്റിൽ ഒരു നോട്ട് എഴുതി. അനിശ്ചിതത്വം, പക്ഷേ വാഗ്ദാനം ചെയ്യുന്നു. ആ ഉച്ചയ്ക്ക് പകുതി അഴിച്ചിട്ട ഒരു കപ്പലോട്ടത്തിൻ്റെ തണലിൽ വാസ്കോ എല്ലാവരെയും ഒരു മീറ്റിങ്ങിന് വിളിച്ചുകൂട്ടി. അദ്ദേഹം ക്ഷീണിതനായി കാണപ്പെട്ടെങ്കിലും നിശ്ചയദാർഢ്യത്തോടെയായിരുന്നു. കയ്യിൽ കുറച്ച് കുറിപ്പുകൾ എഴുതിയ ഒരു ചാർട്ടുമായി അദ്ദേഹം പദ്ധതി വിശദീകരിച്ചു. സാമോഡിയുമായി കൂടുതൽ ഗൗരവമായ വ്യാപാര നിബന്ധനകൾ ചർച്ച ചെയ്യാൻ ഒരു പ്രതിനിധിയെ അയക്കണം. ഇത്തവണ ഒരു നല്ല ട്രാൻസ്ലേറ്ററെ കൊണ്ട് കൂടുതൽ വ്യക്തമായ ഉദ്ദേശങ്ങളോടെ, പക്ഷേ ബഹുമാനസൂചകമായ സമ്മാനമെന്ന പേരിൽ ഒരു യഥാർത്ഥ കൈമടക്ക് കൊടുക്കാം. പോർച്ചുഗീസുകാർ പ്രാദേശിക രാഷ്ട്രീയത്തെക്കുറിച്ച് എത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എന്നത് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നുണ്ട്. സാമൂതിരി ഒറ്റയ്ക്ക് തോന്നിയ പോലെ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഭരണാധികാരി ആയിരുന്നില്ല. പ്രഭുക്കന്മാർ, വ്യാപാരികൾ, ഉപദേശകൾ എന്നിവരുടെ വലിയ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രീതി നേടുക എന്നത് വെറും ആകർഷകമായ സമ്മാനങ്ങൾ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമായിരുന്നില്ല. അതിന് ക്ഷമ, സഖ്യങ്ങൾ, വിനയം എന്നിവ ആവശ്യമായിരുന്നു. യൂറോപ്യൻ കപ്പൽ ക്യാപ്റ്റന്മാരുമായി സാധാരണയായി ബന്ധപ്പെടുത്താത്ത ഗുണങ്ങളായിരുന്നു ഇവ. എന്നിരുന്നാലും മീറ്റിംഗ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നു. ഇത്തവണ നിങ്ങളെ പങ്കെടുപ്പിക്കാൻ തിരഞ്ഞെടുത്തിട്ടില്ല. മറിച്ച് നിങ്ങൾ ഡോക്കിന് സമീപം നിൽക്കുകയാണ്. നിങ്ങളുടെ കൂട്ടുകാരിൽ ഒരാളായ, ഒരിക്കൽ ഒരു കരടിയുമായി മല്ലം യുദ്ധം ചെയ്തതായി അവകാശപ്പെട്ട ഡോം ജോൺ അദ്ദേഹത്തിൻ്റെ മികച്ച ട്യൂണിക്ക് 10 മിനിറ്റ് അതിലിരുന്ന് പ്രസ് ചെയ്യുന്നത് കാണുന്നു. അദ്ദേഹം ഒരു മിറർ കക്ഷത്തിനടിയിൽ വെച്ച് ആത്മവിശ്വാസവും അല്പം ഛർദി വരുന്ന പോലെയുള്ള ഭാവവുമായി പാലേസിലേക്ക് നടന്നുപോകുന്നു. നിങ്ങൾ കപ്പലണ്ടി വിൽക്കുന്ന ഒരു നാട്ടുകാരി കുട്ടിയുമായി സംസാരിച്ച് സമയം പോക്കുന്നു. അവൻ നിങ്ങൾക്ക് മലയാളം വാക്കുകൾ പഠിപ്പിക്കുന്നു. അവയിൽ മിക്കതും ട്രോപ്പിക്കൽ പക്ഷികളുടെയോ മീനുകളെക്കുറിച്ചുള്ള രസകരമായ പരിഹാസങ്ങളോ ആണ്. പകരം നിങ്ങൾ അവന് 3 കല്ലുകൾ കൊണ്ട് കളിക്കാൻ പഠിപ്പിക്കുന്നു. അവൻ ചിരിക്കുന്നു. എന്നിട്ട് 5 കല്ലുകൾ കൊണ്ട് അത് കൂടുതൽ നന്നായിട്ട് ചെയ്യുന്നു. വെയർഹൗസിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരിക്കുന്നു. ഒരു സഞ്ചി കാണാതായിരിക്കുന്നു. ആദ്യം നിങ്ങളത് വേറെ എവിടെയെങ്കിലും വെച്ചതാണെന്ന് കരുതി. പക്ഷേ അല്ല, ആരോ അതെടുത്തുകൊണ്ടു പോയതിൻ്റെ വ്യക്തമായ തെളിവുകളുണ്ട്. കുരുമുളക് മണികൾ പിന്നിലത്തെ വാതിലിലൂടെ നേരെ പുറത്തേക്ക് പോകുന്നു. ലോകത്തിലെ ഏറ്റവും കാര്യമായ ബ്രെഡ് ക്രം ട്രെയിൽ പോലെയാണ്. നിങ്ങൾ കുറച്ചു ദൂരം അത് പിന്തുടർന്നെങ്കിലും അത് തിരക്കേറിയ മാർക്കറ്റിൽ കാണാതാകുന്നു. വാസ്കോ തിരിച്ചെത്തിയപ്പോൾ കുരുമുളക് മോഷണത്തെക്കുറിച്ച് അദ്ദേഹത്തിന് താൽപ്പര്യമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ മുഖം വിളറിപ്പോയിരുന്നു. മുഖഭാവം മനസ്സിലാക്കാൻ കഴിയാത്തതായിരുന്നു. സാമൂതിരി നമ്മോട് പോകാൻ പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹം ലളിതമായി പറഞ്ഞു. നിങ്ങൾ കണ്ണുചിമ്മി. സ്ഥിരമായിട്ടോ? കൃത്യമായല്ല. പക്ഷേ ഇനി നമ്മളെ കോർട്ടിൽ സ്വാഗതം ചെയ്യില്ല. കച്ചവടക്കാർ പരാതിപ്പെടുന്നു. അറബ് വ്യാപാരികൾ മന്ത്രിക്കുന്നുണ്ട്. നമ്മൾ സ്വർണത്തേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ കൊണ്ടുവരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ ചുറ്റുമുള്ളവരെ നോക്കുന്നു. ആരും സംസാരിക്കുന്നില്ല. മുകളിൽ ഒരു കടൽക്കാക്ക സൂചന കിട്ടിയതുപോലെ നിലവിളിക്കുന്നു. അടുത്ത കുറച്ച് ദിവസങ്ങൾ തീരുമാനങ്ങളുടെ ഒരു മങ്ങിയ ഓർമ്മ പോലെയായിരുന്നു. ഇപ്പോൾ പോകണോ? ചെറിയ വൃത്തങ്ങളിൽ കച്ചവടം തുടരണോ? പോർച്ചുഗലിലേക്ക് സഹായത്തിനോ മാപ്പപേക്ഷയ്ക്കോ വേണ്ടി വാർത്ത അയക്കണോ? രാത്രിയിൽ നിങ്ങൾ കടലിനരികിലിരിക്കുന്നു. തിരമാലകളിൽ ഉറക്കച്ചടവുള്ള നക്ഷത്രങ്ങൾ പോലെ ആടിയുലയുന്ന വിളക്കുകൾ നോക്കിക്കൊണ്ട്. ദൂരെ നിന്ന് ഡ്രം ശബ്ദം കേൾക്കുന്നു. ഒരുപക്ഷെ അതൊരു വിശേഷമായിരിക്കാം, അല്ലെങ്കിൽ ഒരു വിവാഹമായിരിക്കാം. എവിടെയോ ആരോ ചിരിക്കുന്നു. വിജയങ്ങൾക്ക് പകരം പിഴവുകൾക്ക് വേണ്ടി ഓർമ്മിക്കപ്പെടാൻ പോകുന്ന ഒരു യാത്രയുടെ ഭാഗമാണ് നിങ്ങളിവിടെ. ചരിത്രം എപ്പോഴും വലിയ ഫയർവർക്സിനോടൊപ്പമല്ല നടക്കുന്നത് എന്ന് നിങ്ങൾ നിങ്ങളോട് തന്നെ ഓർമ്മിപ്പിക്കുന്നു. ചിലപ്പോഴത് നിശബ്ദമായ മിസ്റ്റേക്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്. തെറ്റായ ഗിഫ്റ്റ്, തെറ്റായി ട്രാൻസ്ലേറ്റ് ചെയ്ത വാചകം,
ആരും നോക്കാതിരുന്നപ്പോൾ കാണാതായ കുരുമുളക് ചാക്ക്. ആരറിയും, കൊച്ചി മിസ്റ്റേക്സും ചെറിയ വിജയങ്ങളുമായി കോഴിക്കോട്ടിൽ നടത്തിയ വാസ്കോ ഡഗാമയുടെ സിമ്പിളായ ലാൻഡിംഗ് ഒരുപക്ഷെ വലിയൊരു തിരമാലയുടെ ആദ്യ തിരയിലകളായിരിക്കാം. ഒരുപക്ഷെ ഒരു ദിവസം ആരെങ്കിലും കിടക്കയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ തേങ്ങാച്ചിരട്ടകൾക്കിടയിൽ കണങ്കാൽ വരെ മുങ്ങി നിന്നപ്പോൾ ഒരു സാമ്രാജ്യത്തിന്റെ ആദ്യ നൂലിഴകൾ പതുക്കെ നെയ്തെടുക്കപ്പെട്ടു എന്നതിനെക്കുറിച്ച് കേൾക്കും. സൂര്യൻ ഉദിക്കുന്നതിനു മുമ്പേ നിങ്ങൾ ഉണർന്നിരിക്കുന്നു. ഒരു വശത്ത് ഈർപ്പം കാരണവും മറുഭാഗത്ത് ഒരാട് നിങ്ങളുടെ ചെരുപ്പ് തിന്നുന്നത് കാരണവും. ആടിനെ ഓടിച്ചിട്ട് നിങ്ങൾ നനഞ്ഞ വുഡൻ ക്രേറ്റിലിരുന്ന് നഗരം ഉണരുന്നത് കാണുന്നു. മീൻപിടുത്തക്കാർ ഒറ്റ മരക്കട്ടയിൽ നിന്നും ഉണ്ടാക്കിയ തോണിയിൽ തുഴഞ്ഞു പോകുന്നു. കണ്ണാടി പോലെ മിനുസമുള്ള വെള്ളത്തിലൂടെ അവരുടെ നിഴലുകൾ മുറിച്ചു കടക്കുന്നു. തലയിൽ പാത്രങ്ങൾ വെച്ച് ബാലൻസ് ചെയ്ത് നടക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ കടന്നുപോകുന്നു. നിങ്ങൾക്കൊരിക്കലും മനസ്സിലാകാത്ത എന്തോ കാര്യത്തിൽ ചിരിക്കുന്നു. എന്നിട്ടും വിചിത്രമായി നിങ്ങൾക്കതിൽ ഉൾപ്പെട്ട പോലെ തോന്നുന്നു. ഇവിടെ കുടുങ്ങിപ്പോയാൽ അത്ര മോശമാകുമായിരുന്നില്ല എന്ന് ചിന്തിപ്പിക്കുന്ന അത്തരം സമാധാനപരമായ നിമിഷത്തിലൊന്നാണിത്. നിങ്ങളിവിടെ കുടുങ്ങിയിട്ടില്ല എന്നത് വ്യക്തമാണ്. നിങ്ങൾ വെറും പേപ്പർ വർക്കിൽ കുടുങ്ങിയിരിക്കുകയാണ്. സാമൂതിരിയുടെ വിനയപൂർവമായ നിരസനം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുമ്പോൾ വാസ്കോ പ്ലാൻ സിയിലേക്ക് അല്ലെങ്കിൽ ഒരുപക്ഷേ ഡിയിലേക്ക് മാറിയിരിക്കുന്നു. പുതിയ തന്ത്രങ്ങൾ, ചെറിയ കച്ചവടക്കാരുമായി സ്വകാര്യ ഇടപാടുകൾ ഉണ്ടാക്കുക, ഔദ്യോഗിക ചാനൽ ഒഴിവാക്കുക. ഈ യാത്ര പൂർണ്ണമായും പരാജയമായിരുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടതെങ്കിലും കുരുമുളക് നിശബ്ദമായി ശേഖരിക്കുക. ഈ പദ്ധതിക്ക് വേണ്ടത് വിവേചനാധികാരം, ക്ഷമ, കൂടാതെ കൊച്ചിയിലെ പകുതി കച്ചവടക്കാരെയും ഉപ്പിനു പകരം ഏലം വാങ്ങാൻ ശ്രമിച്ചതിലൂടെ അവമാനിച്ചു എന്ന കാര്യം ക്രൂ മറന്നു നടിക്കേണ്ടതുമുണ്ട്. തുണികളും സുഗന്ധവ്യഞ്ജനങ്ങളും കച്ചവടം ചെയ്യുന്ന ബഷീർ എന്ന വ്യാപാരിയുമായി സംസാരിക്കാൻ നിങ്ങളെ അയച്ചു. അദ്ദേഹത്തിന് വിന്റർ സ്കാർഫായി ഉപയോഗിക്കാവുന്നത്ര നല്ല താടിയുണ്ട്. അദ്ദേഹത്തിന് പോർച്ചുഗീസ് അറിയില്ല, നിങ്ങൾക്ക് മലയാളവും അറിയില്ല. പക്ഷെ കുറച്ചു പാൻറ്റോമൈമും വിചിത്രമായ കൈച്ചലനങ്ങളും 2 തവണ വാഗ്ദാനം ചെയ്യുകയും നിരസിച്ചിരുന്നു എന്നതാണ് അതൊരു കോഴിയായിരുന്നു എന്നാണ് നിങ്ങൾ കരുതുന്നത്. കഴിഞ്ഞ് നിങ്ങൾക്കൊരു കച്ചവട ക്രമീകരണം ചെയ്യാൻ കഴിഞ്ഞു. 2 ചുവന്ന തുണിച്ചുരുളുകൾക്ക് പകരം ഒരു ചെറിയ സഞ്ചി ഗ്രാമ്പു. വലിയ കാര്യമൊന്നുമല്ല, പക്ഷെ അതൊരു പുരോഗമനമാണ്. അതിനിടയിൽ വാസ്കോ ഒരു അധികാരപ്രഭാവം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. മുഖ്യ മീൻപിടുത്ത കുടുംബങ്ങളെക്കാൾ ചെറിയൊരു കപ്പൽക്കൂട്ടം മാത്രമേ നിയന്ത്രിക്കുന്നുള്ളൂ എങ്കിലും ഇപ്പോൾ തന്നെ ദ അഡ്മിറൽ എന്ന് തന്നെ വിളിക്കണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നു. എല്ലാ രാവിലെയും സാൻ ഗാബ്രിയലിന്റെ ഡെക്കിൽ നിന്നുകൊണ്ട് ക്രൂവിനോട് നീണ്ട പ്രസംഗങ്ങൾ നടത്തും. അവർ മിക്കവാറും കൂട്ടുവായും പുറംചൊറിഞ്ഞും മറുപടി നൽകും. ഈ യാത്രയുടെ ഈ ഘട്ടം കണക്കുകൂട്ടിയതാണോ അതോ മെച്ചപ്പെടുത്തിയതാണോ എന്നതിനെക്കുറിച്ച് പുരോഹിതന്മാർ ഇപ്പോഴും വാദിക്കുന്നു. സമോരിയെ ചർച്ചയിലേക്ക് നിർബന്ധിക്കാൻ വേണ്ടി വാസ്കോ മനഃപൂർവ്വം പിരിമുറുക്കം കൂട്ടുകയായിരുന്നോ അതോ അദ്ദേഹത്തിന് വേറെ സാധ്യതയില്ലാതെ നിയന്ത്രണത്തിന്റെ ഒരു മിഥ്യാബോധത്തിൽ പിടിച്ചു തൂങ്ങുകയായിരുന്നോ? നിങ്ങൾക്കുറപ്പില്ല. പക്ഷേ ആചാരപരമായ സല്യൂട്ടിനു വേണ്ടി പീരങ്കികൾ പോളിഷ് ചെയ്യാൻ അദ്ദേഹം ആജ്ഞാപിച്ചപ്പോൾ നിങ്ങൾ നിശബ്ദമായി പീരങ്കിയുണ്ടകൾ എത്രയുണ്ടെന്ന് പരിശോധിക്കുന്നു. ഉത്തരം വളരെ കുറച്ചു മാത്രം. ഒരു വൈകുന്നേരം ഒരു കൂട്ടം അറബ് വ്യാപാരികൾ നിങ്ങളുടെ കപ്പലിന്റെ അടുത്തേക്ക് വരുന്നു. അവർ കുതൂഹലമുള്ളവരും മര്യാദയുള്ളവരും വ്യക്തമായും സംശയാലുക്കളുമായിരുന്നു. അവരിലൊരാൾ പാസക്കട്ട ഉരുളുന്നതുപോലെ ചിരിയുള്ള ഖാലിദ് ആടുകളിൽ നിങ്ങൾ കുരുമുളകിനു വേണ്ടി മാത്രമാണോ ഇത്രയും ദൂരം വന്നത് എന്ന് ചോദിക്കുന്നു. നിങ്ങൾ തലയാട്ടുന്നു. അദ്ദേഹം കണ്ണു ചുരുങ്ങി നിങ്ങളെ നോക്കി, എന്തിനാ അലക്സാൻഡ്രിയയിൽ നിന്ന് വാങ്ങാതിരുന്നത്? നിങ്ങൾ നേരിട്ടുള്ള കടൽപാത എന്ന ആശയം വിശദീകരിക്കാൻ തുടങ്ങുമ്പോൾ പകുതി വഴിയിൽ അദ്ദേഹം നിങ്ങൾക്ക് വറുത്ത ബദാമുകൾ വിളമ്പിത്തുടങ്ങുന്നു. രാത്രിയുടെ അവസാനം നിങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും മാങ്ങ ഉപ്പിട്ട് കഴിക്കുന്നതാണോ അതോ മുളകുപൊടി ചേർത്ത് കഴിക്കുന്നതാണോ നല്ലത് എന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഈ ചെറിയ സംഭാഷണങ്ങൾ ലളിതമായവ, മാനുഷികമായവ, ഒരു സാമ്രാജ്യത്തിൻ്റെയും മുദ്ര പതിക്കാത്തവ നിങ്ങളുടെ ദിവസങ്ങളുടെ യഥാർത്ഥ താളമായി മാറുന്നു. അതേസമയം വാസ്കോ കൂടുതൽ ദേഷ്യക്കാരനായി മാറുകയാണ്. അറബ് വ്യാപാരികൾ നിങ്ങളുടെ ശ്രമങ്ങളെ അട്ടിമറി ചെയ്യുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് ഉറപ്പാണ്. ഒരുപക്ഷെ അവർ അങ്ങനെ ചെയ്യുന്നുണ്ടാകാം,
അല്ലെങ്കിൽ പക്ഷെ ശബ്ദമുണ്ടാക്കുന്നവരും വെയിലേറ്റ് കരിഞ്ഞവരും കാര്യങ്ങളെക്കുറിച്ച് വലിയ ധാരണയില്ലാത്തവരുമായ പോർച്ചുഗീസുകാർക്ക് ഇതുവരെ യഥാർത്ഥ വിശ്വാസം നേടാൻ കഴിഞ്ഞിട്ടില്ല എന്നതായിരിക്കാം കാരണം. ഒരു രാത്രി വാസ്കോ ഒരു സന്ദേശവാഹകൻ വഴി സാമൂതിരിക്കൊരു കത്തയക്കാൻ ശ്രമിച്ചു. അത് ഒട്ടുപുറക്കാതെ തന്നെ തിരിച്ചു വന്നു, കൂടെ ഒരു വിനയപൂർവമായ കുറിപ്പും. മാർക്കറ്റിൽ ലഭ്യമായവ നിങ്ങൾക്ക് വാങ്ങാം, അത്രമാത്രം. നിങ്ങളത് ഉറക്കെ വായിച്ചു. വാസ്കോ അത് രണ്ടായി കീറി. മനോവീര്യം കുറയുന്നു. ക്രൂ അസ്വസ്ഥരാണ്. ഒരു നാവികൻ തെങ്ങുകളിൽ ശകുനങ്ങൾ കണ്ടതായി പറയുന്നു. മറ്റൊരാൾ കടൽ സംസ്കൃതത്തിൽ മന്ത്രിക്കുന്നത് കേട്ടതായി നിർബന്ധം പിടിക്കുന്നു. കപ്പലിലെ പോർച്ചുഗീസ് പുരോഹിതന്മാർ പ്രാർത്ഥന നിർദ്ദേശിക്കുന്നു. മരപ്പണിക്കാർ കലാപം നിർദ്ദേശിക്കുന്നു. നിങ്ങൾ സൗമ്യമായി നിർദ്ദേശിക്കുന്നു, ഒരുപക്ഷെ ഉറങ്ങി എഴുന്നേറ്റ് നോക്കാമെന്ന്. എന്നിട്ടും ഇതിനിടയിലും ചെറിയ നേട്ടങ്ങളുണ്ടാകുന്നുണ്ട്. കുറച്ചുകൂടി കുരുമുളക് ചാക്കുകൾ, കുറച്ച് ജാതിക്ക. മഞ്ഞളിനായുള്ള ഒരു ഇടപാട് അപ്രതീക്ഷിതമായി നന്നായി നടന്നു. പക്ഷേ മൂന്നാമത്തവണയും ആരോ അബദ്ധത്തിലൊരു കോഴിയെ വാഗ്ദാനം ചെയ്തതിന് ശേഷം മാത്രം അത് സോഹീര്യത സൂചിപ്പിക്കുന്നതായി തോന്നി. ഒരു വ്യാഴാഴ്ച ഒരു കൗതുകകരമായ സംഭവം നടന്നു. ഒരു ഘോഷയാത്ര തെരുവുകളിലൂടെ നീങ്ങുന്നു. ചെണ്ടക്കാർ, നർത്തകർ, ധൂപക്കാർ, കൂടാതെ മണികളും വെൽവെറ്റ് ജാക്കറ്റ് പോലെ തോന്നുന്ന എന്തോ ധരിച്ച ഒരു പവിത്രമായ പശു. നിങ്ങൾ ശബ്ദങ്ങളെ പിന്തുടരുന്നു, ജനക്കൂട്ടത്തിൽ ലയിക്കുന്നു. നിങ്ങളൊരു ഉത്സവമാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങളെക്കുറിച്ചുമല്ല, പക്ഷേ എല്ലാവർക്കും പങ്കെടുക്കാം എന്നും. നിങ്ങളൊരു ചെറിയ വിളക്ക് കത്തിച്ച് മറ്റു നിരവധി വിളക്കുകൾക്കൊപ്പം വെള്ളത്തിൽ വയ്ക്കുന്നു. ഒരു നിമിഷം അത് മഞ്ഞസാരി ധരിച്ച ഒരു പെൺകുട്ടിയുടെ വിളക്കുമായി ഒഴുകിപ്പോകുന്നു. അവൾ നിങ്ങളെ നോക്കി ഒന്ന് തലയാട്ടി ജനക്കൂട്ടത്തിൽ മറഞ്ഞുപോകുന്നു. ആ രാത്രി നിങ്ങൾ കപ്പലിലേക്ക് മടങ്ങിവരുമ്പോൾ കയ്യിൽ ഇപ്പോഴും മുല്ലപ്പൂവിൻ്റെ നേരിയ സുഗന്ധം ബാക്കിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു പ്രധാന കാര്യം മനസ്സിലാകുന്നു. ഇത് വാസ്കോ ഡ ഗാമയുടെ നിമിഷമായിരുന്നില്ല, ഇത് നഗരത്തിൻ്റേതായിരുന്നു. എപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ആഴ്ചകളായി നിങ്ങൾ കോഴിക്കോട് കടൽത്തീരത്തോട് വിചിത്രമായി അറ്റാച്ച്ഡ് ആയിരിക്കുന്നു. തേങ്ങാ വെണ്ടരുടെ വിസിൽ രീതി നിങ്ങൾക്ക് തിരിച്ചറിയാം. ഏതൊക്കെ തെരുവു ആടുകളാണ് ആക്രമാസക്തമായത്, ഏതൊക്കെയാണ് വെറുതെ അലഞ്ഞു നടക്കുന്നതെന്നും നിങ്ങൾക്കറിയാം. എല്ലാ രാവിലെയും നിങ്ങൾക്ക് കണ്ണടിക്കുന്ന ഒരാടുണ്ട്. നിങ്ങളതിന് അന്റോണിയോ എന്ന് പേരിട്ടു. എന്നാൽ പോർച്ചുഗീസ് കപ്പൽ അനിശ്ചിതമായി വെറുതെ ഇരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. വിതരണങ്ങൾ കുറഞ്ഞുവരുന്നു. പല്ലുകൾ മഞ്ഞളിക്കുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരുന്നു. ആരാണ് വെള്ളം നിറച്ച ബക്കറ്റിൽ മീൻകുടലുകൾ ഇട്ടത് എന്നതിനോ, എന്തിനാണ് ആരോ തുഴകളിൽ മോശം മുഖങ്ങൾ കൊത്തിയിടുന്നത് എന്നിങ്ങനെ. ഒരു നാവികൻ ഒരു മാങ്ങാക്കുരുവുമായി അസ്വസ്ഥമാക്കുന്ന ഒരു സൗഹൃദം വളർത്തി. അയാളതിന് ഫെർണാണ്ട എന്ന് പേരിട്ടു. വാസ്കോ ഡ ഗാമ വേറൊരു മീറ്റിംഗ് വിളിക്കുന്നു. നിങ്ങളെല്ലാവരും പഴയ കപ്പലോട്ട കൂടാരത്തിന്റെ താഴെ തിങ്ങിക്കൂടുന്നു. സൂര്യനിൽ നിന്നും ചെറിയ എയർക്രാഫ്റ്റിന്റെ വലിപ്പമുള്ള കൊതുകുകളിൽ നിന്നും സ്വയം രക്ഷപ്പെടുത്തുന്നു. നമ്മൾ ഉടനെ മടങ്ങും എന്ന് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു. പക്ഷേ ഇപ്പോഴല്ല. ഒരു നിശബ്ദത. ആരോ ചുമച്ചു. മറ്റൊരാൾ മന്ത്രിച്ചു. അദ്ദേഹം ഇത് തന്നെ പറയുമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്ന്. അതിനിടയിൽ നിങ്ങളെ വീണ്ടും നഗരത്തിലേക്ക് അയക്കുന്നു. ഇത്തവണ ഒരു വ്യക്തമായ ലക്ഷ്യത്തോടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കഴിയുന്നത്ര കറുവാപ്പട്ട കൈമാറ്റം ചെയ്യുക. വിപണി മാറിയിരിക്കുന്നു. പോർച്ചുഗീസുകാരുടെ സമ്മാനം നിരസിച്ച സംഭവത്തിന്റെ വാർത്ത പരന്നിരിക്കുന്നു. ചില കച്ചവടക്കാർ ജാഗ്രത പുലർത്തുന്നു. മറ്റു ചിലർക്ക് രസമാണ്. ഒരാൾ നിങ്ങൾക്ക് 3 കറുവാപ്പട്ട കഷ്ണങ്ങൾ വിറ്റു. കൂടെ ഒരു പിടി ഉണക്കമാങ്ങയും തന്നു. നിങ്ങളത് വെള്ളം കുടിക്കാതെ ചവയ്ക്കുമോ എന്ന് നോക്കാൻ. വാസ്കോയുടെ പുറപ്പാട് തീരുമാനത്തിനായി കാത്തിരിക്കുമ്പോൾ നിങ്ങൾ സന്ധ്യകൾ കോഴിക്കോടിന്റെ നിശബ്ദ മൂലകളിൽ, ആൽമരങ്ങൾക്ക് കീഴിലും ക്ഷേത്രപ്പടികളിലും മയക്കം പിടിച്ച മഞ്ഞുപോലെ വിശുദ്ധ ധൂപം നിറഞ്ഞ മുറ്റങ്ങളിലരികിലും ചിലവഴിക്കുന്നു. നിങ്ങൾ മണ്ണിൽ ചില കാര്യങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. കപ്പലിന്റെ രൂപരേഖ, ഒരു കുരുമുളക് മണി, നാട്ടിലെ അമ്മയുടെ തീൻമേശ എന്നിങ്ങനെ. ഒരു നാടൻ കുശവൻ നിങ്ങളുടെ വരകൾ കണ്ട് ചിരിച്ചു. അടുത്ത ദിവസം അദ്ദേഹം നിങ്ങൾക്ക് സ്പൈറൽ കൊത്തിയ ഒരു ചെറിയ മൺവിളക്ക് കൊണ്ടുവന്നു. വാക്കുകളൊന്നും കൈമാറിയില്ല, വെറും ഒരു സമ്മാനം മാത്രം. വാസ്കോയുടെ വൈകിയ പുറപ്പാട് പ്രതീക്ഷയാലോ അഹങ്കാരത്താലോ പ്രേരിതമായിരുന്നോ എന്നത് ചരിത്രകാരന്മാർ ഇന്നും സംവാദിക്കുന്നു. ഒരുപക്ഷേ രണ്ടുമായിരിക്കാം. അദ്ദേഹത്തിന്റെ കത്തുകൾ, അതിൽ നിന്ന് അവശേഷിച്ച അല്പം ചിലത്,
പരാജയം റിപ്പോർട്ട് ചെയ്യുന്നതിനും അവസാന വിജയത്തിനുള്ള ഒരു ശ്രമം നടത്തുന്നതിനുമിടയിൽ വലഞ്ഞ ഒരു മനുഷ്യനെയാണ് സൂചിപ്പിക്കുന്നത്. 7-ാം ആഴ്ചയിൽ സമീപന രീതി മാറുന്നു. ഒരു ചെറിയ വ്യാപാരി, നേരത്തെ പോർച്ചുഗീസുകാരെ മൊത്തത്തിൽ അവഗണിച്ചിരുന്ന ഒരാൾ, ഒരു ഓഫറുമായി നിങ്ങളെ സമീപിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ മാത്രമല്ല, ഒരു മാപ്പുകൂടി, കൈകൊണ്ട് വരച്ചത്, മൂലകളിൽ മടക്കുകളുള്ളത്, മുറുക്കിയ ചുവന്ന രേഖകളാൽ വഴികൾ അടയാളപ്പെടുത്തിയത്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യയ്ക്കപ്പുറവുമുണ്ട്. ഒരു മാന്ത്രികൻ അവസാന കാർഡ് കാണിക്കുന്നതുപോലെ അദ്ദേഹം അത് നിങ്ങൾക്ക് കാണിക്കുന്നു. കാലിക്കറ്റ് തുടക്കം മാത്രമാണ്. കിഴക്കോട്ട് കൂടുതൽ സമ്പന്നമായ വിപണികളുണ്ട്. പോർച്ചുഗീസുകാർ ഇതുവരെ തമാശയായി അവിശ്വസനീയരാകാത്ത സ്ഥലങ്ങൾ. നിങ്ങൾ വിധിയുടെ രഹസ്യ സ്ക്രോൾ പോലെ ഈ നിധി നിങ്ങളുടെ ട്യൂണിക്കിന് കീഴിൽ സൂക്ഷിക്കുന്നു. എക്സൈറ്റഡായി വിയർത്ത് കപ്പലിലേക്ക് മടങ്ങുന്നു. വാസ്കോ കേൾക്കുന്നു. ഒരു തവണ തലയാടുന്നു. എന്നിട്ട് പറയുന്നു, സമയമായി. നിങ്ങൾ ആഘോഷം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഒന്നുമില്ല. വെറും ആശ്വാസം മാത്രം. ഏതൊരാർപ്പുവിളിയേക്കാളും ഉച്ചത്തിലുള്ള ഒരുതരം നിശബ്ദമായ, വിധിയെ അംഗീകരിച്ച ആശ്വാസം മാത്രം. യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നു. ബോട്ടുകൾ വീണ്ടും കയറ്റുമതി ചെയ്യുന്നു. വലകൾ മടക്കിയെടുക്കുന്നു. പായ്കളിൽ കീറലുകളുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരാൾ യാത്രയയപ്പ് വിരുന്ന് നിർദ്ദേശിക്കുന്നു. പക്ഷേ എന്ത് പാചകം ചെയ്യണമെന്ന് ആർക്കുമറിയില്ല. ഒരാൾ ബാക്കിയുള്ള ഉണക്കക്കണവ് നിർദ്ദേശിക്കുന്നു. മറ്റൊരാൾ മാങ്ങയുടെ കുരു നിർദ്ദേശിക്കുന്നു. ഫെർണാൻഡ ഇതൊരു ചെറിയ മുഷ്ടിയുദ്ധത്തിലേക്ക് നയിക്കുന്നു. അത് വാസ്കോ മാനത്തെക്കുറിച്ച് എന്തോ വിളിച്ചു പറഞ്ഞപ്പോൾ അവസാനിച്ചു. ആ രാത്രി നിങ്ങൾ അവസാനമായി കാക്കക്കൂട്ടിലേക്ക് കയറുന്നു. താഴെയുള്ള നഗരം ഇപ്പോൾ അപരിചിതമായി തോന്നുന്നില്ല. പൂർണ്ണമായുമില്ല. അത് നിങ്ങൾക്ക് ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത ഒരടുക്കടുക്കായ ജീവനുള്ള പസിലാണ്. പക്ഷേ കുറച്ചുനേരത്തേക്ക് നിങ്ങളെ അതിലേക്ക് നോക്കാൻ അനുവദിച്ച ഒന്ന്. ദൂരെ നിന്നുള്ള ഒരു ഉത്സവത്തിൽ നിന്ന് മൃദുലമായ ഡ്രം ബീറ്റ് ഉയരുന്നു. കറിപ്പൊടിയുടെയും ചന്ദനത്തിന്റെയും മണം കാറ്റിൽ നിങ്ങൾ അനുഭവിക്കുന്നു. ഇതുവരെ അവസാനിക്കാത്ത ഒരു നിമിഷത്തെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ തന്നെ നൊസ്റ്റാൾജിക്കായി തുടങ്ങിയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു. കപ്പലിന്റെ പായ്ക്കൂട്ടിൽ ചാരിയിരുന്ന് നിങ്ങൾ ഉറങ്ങാൻ തുടങ്ങുന്നു. താഴെ ഒരു വൃദ്ധൻ കൈകാലുകൾ നീട്ടുന്നതുപോലെ കപ്പൽ കിരികിരിക്കുന്നു. യാത്ര അടുത്തിരിക്കുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കറുവാപ്പെട്ട പോക്കറ്റിൽ നിറച്ച് നിങ്ങൾ കോഴിക്കോട് നഗരത്തിലൂടെ നടക്കുന്നു. ആടുകൾ വിനയത്തോടെ തലയാട്ടുന്നു. കടലിൽ വിളക്കുകൾ ഉടൻ നിറവേറ്റപ്പെടാത്ത, എന്നാൽ മറക്കാത്ത വാഗ്ദാനങ്ങൾ പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നു. പുലരി വിടരുന്നു. 2 മാസത്തോളമായി ആദ്യമായി സോൺ ഗേബ്രിയലിന്റെ സെയിൽസ് ഉദ്ദേശത്തോടെ വിറയ്ക്കുന്നു. നിങ്ങൾ അവസാനത്തെ പിടി അരിയും ഉണക്കമീനും കഴിച്ചു. കുശവന്റെ മൺ ലാമ്പ് ഒരു തുണിയിൽ പൊതിഞ്ഞ് നിങ്ങളുടെ സാച്ചലിൽ ആഴത്തിൽ വച്ചിരിക്കുന്നു. നിങ്ങൾ നീങ്ങുമ്പോൾ അതൊരു രഹസ്യം സൂക്ഷിക്കുന്ന കടൽച്ചിപ്പി പോലെ മൃദുവായി ശബ്ദിക്കുന്നു. വെയിലേറ്റ് കരിഞ്ഞതും അഹങ്കാരവുമായി കൊത്തിയെടുത്ത ഒരു പ്രതിമ പോലെ വാസ്കോഡഗാമ കപ്പലിന്റെ മുൻഭാഗത്ത് നിൽക്കുന്നു. അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. കപ്പലിന്റെ നങ്കൂരമുറച്ച താടിയെല്ലും തുറന്ന കടലിലേക്ക് നോക്കി നിൽക്കുന്നു. ക്രൂ മെമ്പേഴ്സ് പ്രാക്ടീസ് ചെയ്ത നിശബ്ദതയിൽ നീങ്ങുന്നു. ആഴ്ചകളോളം പെറുപിറുത്തും മടിയോടെ ക്ലീൻ ചെയ്തു നടന്നതിനു ശേഷം ഇപ്പോൾ അവരുടെ ചലനങ്ങളിൽ ഒരുതരം കൃത്യതയുണ്ട്. ഒരു തിയേറ്റർ പോലെ. എന്താണ് ചെയ്യേണ്ടത്, അതിലുപരി എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് എല്ലാവർക്കും അറിയാം. ആരും തന്നെ ആങ്കർ റോപ്പ് താഴെ വീഴ്ത്താനോ അവസാനത്തെ കുരുമുളകുമണികൾ കടലിലേക്ക് തട്ടി വീഴ്ത്താനോ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിപ്പോഴും ഹാർബറിലാണ്. രാവിലെ 10:30 യാത്ര തിരിക്കാനാണ് പ്ലാൻ. എന്തായാലും ചില ആചാരങ്ങളുണ്ടല്ലോ. ഓരോന്നായി കടലിന് സമ്മാനങ്ങൾ അർപ്പിക്കുന്നു. നാടകീയമായ കാര്യങ്ങളൊന്നുമല്ല. സ്വർണമോ കരയുന്ന പെൺകുട്ടികളോ ഒന്നുമില്ല. വെറും സിമ്പിളായ ടോക്കൺസ്. ഉണക്കപ്പൂവ്, ഒരു കൊത്തിയുണ്ടാക്കിയ സ്പൂൺ, ഒരു ഓറഞ്ച് തൊലിയുടെ ട്വിസ്റ്റ്. ആന്റോണിയോ എന്ന ആടുവരെ ചെറുതാമരപ്പൂക്കളുടെ ഒരു ഗാർലൻഡ് കിട്ടി. എന്നിട്ട് പതുക്കെ കരയിലേക്ക് നയിക്കപ്പെട്ടു. നിങ്ങളവന് കൈവീച്ചു. ഒരു പഴയ ലോക്കലായതുപോലെ അവൻ നിങ്ങളെ ഇഗ്നോർ ചെയ്തു. വാസ്കോ എപ്പോഴും ഒരു ഡ്രമറ്റിസ്റ്റ് ആയതുകൊണ്ട് വെള്ളത്തിലേക്കൊരു വെള്ളിക്കുരിശെറിഞ്ഞു. അത് നല്ലൊരു സ്പ്ലാഷ് ഉണ്ടാക്കി. അത് വിശ്വാസത്തിന്റെ സിമ്പലാണോ, ഭാഗ്യത്തിന്റെയോ, അതല്ലെങ്കിൽ ഗുഡ് ബൈ പറയാനുള്ള ഒരു എക്സ്പെൻസീവ് വഴിയാണോ എന്നത് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ആർഗ്യൂ ചെയ്യുന്നു. എന്നിട്ട് പതുക്കെ ശ്വാസം വിടുന്നതുപോലെ കപ്പലുകൾ ഡോക്കിൽ നിന്ന് മെല്ലെ നീങ്ങി. നിങ്ങൾ കരയോരം മുന്നോട്ട് നീങ്ങുന്നത് കാണുന്നു. കടൽത്തീരത്ത് നിന്ന് കൈവീശുന്ന മീൻപിടുത്തക്കാർ
തെങ്ങിനോലകളുമായി പരസ്പരം പിന്തുടരുന്ന കുട്ടികൾ, ഒരിക്കൽ പോലും മുകളിലേക്ക് നോക്കാതെ വീട്ടുപടിക്കൽ അടിച്ചുവാരുന്ന ഒരു സ്ത്രീ. അവരെ കുറ്റം പറയാനാവില്ല. പുതിയ കപ്പലുകൾ വരികയും പോകുകയും ചെയ്യുന്നത് സാധാരണമാണ്. നിങ്ങളുടെ കപ്പൽ മര്യാദകെട്ട് വന്നതും അസ്വസ്ഥമായി ഇത്രയും നേരം നിന്നതും മാത്രമാണ് വ്യത്യസ്തമായത്. പായികൾ കാറ്റുപിടിക്കുമ്പോൾ നഗരം ദൂരേക്ക് ചരിഞ്ഞുപോകുന്നു. നിങ്ങൾ ഉപ്പിന്റെ മണം കൂടുതൽ മൂർച്ചയോടെ അനുഭവിക്കുന്നു. കാലിനടിയിലെ കപ്പലിന്റെ പരിചിതമായ കിരികിരി ശബ്ദം വീണ്ടും നിങ്ങളുടെ പശ്ചാത്തല സംഗീതമാകുന്നു. ഇത് നന്നായി ഉപയോഗിച്ച ചെരുപ്പിലേക്ക് തിരികെ കയറുന്നതുപോലെയാണ്. ഇതൽപ്പം ഈർണം, ബ്ലിസ്റ്റർ നിറഞ്ഞതുമാണെങ്കിലും അത് നിങ്ങളുടേതാണ്. കുറച്ചു മണിക്കൂറുകൾക്ക് ശേഷം വാസ്കോ ഒരു സെറിമണി നടത്താൻ ഓർഡർ ചെയ്യുന്നു. ഈ യാത്ര വിജയകരമാണെന്ന് പ്രഖ്യാപിക്കൂ. അതെഴുതൂ. നിങ്ങൾക്ക് ഒരു ക്വിൽ, ഇങ്ക്, സൂര്യപ്രകാശത്താൽ മങ്ങിയ നേർത്ത പാർച്ച്മെന്റും നൽകപ്പെടുന്നു. നിങ്ങൾ എഴുതുന്നു: അഡ്മിറൽ വാസ്കോ ഡഗാമയുടെ കീഴിലുള്ള പോർച്ചുഗീസിന്റെ ഫ്ലീറ്റ് ഇന്ത്യയിലെ സമ്പത്തും സങ്കീർണവുമായ മാർക്കറ്റുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യാപാരം ആരംഭിച്ചു, അറിവ് നേടി. ഞങ്ങൾ കുരുമുളകും ഏലക്കായും കാലിക്കറ്റിലേക്കുള്ള നാവിഗബിൾ റൂട്ടിന്റെ തെളിവുമായി സഞ്ചരിക്കുന്നു. അത് പൂർണ്ണമായും സത്യമല്ല, പക്ഷേ അത് പൂർണ്ണമായും കള്ളവുമല്ല. പിന്നീടൊരു നാവികൻ ഒരു ഡ്രോയിംഗ് പായ്മരത്തിൽ പിൻ ചെയ്യുന്നു. അതൊരു റഫ് സ്കെച്ചാണ്. കാലിക്കറ്റിന്റെ ഹാർബർ, വാസ്കോയുടെ താടിയുള്ള മുഖം, കൂടാതെ ആന്റോണിയോ എന്ന് ലേബൽ ചെയ്ത ഒരാട്. അതൊരു നിശബ്ദ ചിരി നേടി. ആരോ അത് ഒഫീഷ്യൽ ഫ്ലീറ്റ് ഇൻസിഗ്നിയ ആക്കണമെന്ന് സജസ്റ്റ് ചെയ്യുന്നു. കടൽ ശാന്തമാണ്, അത് സംശയാസ്പദമാണ്. ഈ യാത്ര ഒരിക്കലും എളുപ്പമായിരുന്നില്ല. അതുകൊണ്ട് വരാത്തൊരു കൊടുങ്കാറ്റിനായി നിങ്ങൾ തയ്യാറെടുക്കുന്നു. പകരം തിരമാലകൾ നിങ്ങളെ ഒരുതരം കപ്പൽ ലഹരിയിലേക്ക് ആഴ്ത്തുന്നു. നിങ്ങൾ കയറുകളുടെയും ക്യാൻവാസിന്റെയും ഉപ്പുരസമുള്ള കാറ്റിന്റെയും സൂര്യൻ മങ്ങിയ ഷർട്ടുകളുടെയും താളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ആ വൈകുന്നേരം സൂര്യൻ മടിയനായി സമുദ്രത്തിൽ താഴുമ്പോൾ ആഘോഷമെന്ന് വിളിക്കാവുന്ന ഒന്നിനായി ക്രൂ ഒത്തുചേരുന്നു. പങ്കുവച്ച ഉണക്കപ്പഴങ്ങൾ, പകുതിപ്പാട്ട്, ഒരു കയറിന്റെ ചുരുളിൽ നിശബ്ദമായി ഉറങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരാൾ ഹാൻഡ് സ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. നിങ്ങൾ കുറച്ചുമാത്രം കാറ്റ് മുഖത്ത് മുഴുവനായി അനുഭവിക്കാൻ മാത്രം റിഗ്ഗിങ്ങിലേക്ക് കയറുന്നു. നിങ്ങൾക്ക് പിന്നിൽ ദൂരെ കോഴിക്കോട് ചക്രവാളത്തിൽ ഒരു പാടുപോലെ മാഞ്ഞു പോകുന്നു. മുന്നിൽ അനിശ്ചിതത്വം, കടൽക്കൊള്ളക്കാർ, കൊടുങ്കാറ്റുകൾ, ആഫ്രിക്കയെ വീണ്ടും ചുറ്റിക്കടക്കുന്നതിന്റെ സങ്കീർണമായ കല. പക്ഷെ ഇന്ന് രാത്രി അതൊന്നും പ്രശ്നമല്ല. കുരുമുളക് വളരുന്ന നാട് നിങ്ങൾ കണ്ടു. വെൽവെറ്റ് ധരിച്ച പവിത്രമായ പശു, നിശബ്ദനായ കച്ചവടക്കാരുടെ നിര കടന്നുപോകുന്നത് നിങ്ങൾ കണ്ടു. നയതന്ത്രം പലപ്പോഴും നിരാശയുടെ രുചിയും ആടിന്റെ മണവും പോലെയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി. ഏറ്റവും പ്രധാനമായി നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലല്ല, ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന രീതിയിലല്ല, പക്ഷെ ഏറ്റവും പ്രധാനമായ രീതിയിൽ. നിശബ്ദമായി, നിരീക്ഷണപൂർണമായി, ചെരുപ്പ് കൊണ്ടുള്ള പൊള്ളലുകളും കറുവപ്പട്ടയുടെ കീറലുകളും ഒരു മാപ്പിലും കാണിക്കാത്ത വിധേയജയിലുകൾ നിറഞ്ഞ മനസ്സുമായി. നക്ഷത്രങ്ങൾ നിങ്ങൾക്ക് മുകളിൽ കണ്ണുചിമ്മി ഉണരുമ്പോൾ നിങ്ങൾ പിറകിലേക്ക് ചാരിക്കിടക്കുകയും കപ്പൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും അനുവദിക്കുന്നു. പ്രശസ്തിയിലേക്കല്ല, പക്ഷെ നിങ്ങൾ പറയാൻ പോകുന്ന കഥയിലേക്ക്. എന്നാണോ? ആരെങ്കിലും ഒടുവിൽ ചോദിക്കുമ്പോൾ രാത്രികൾ അവയുടെ മൃദുവായ കിരികിരി ശബ്ദമുള്ള താളത്തിലേക്ക് തിരിച്ചെത്തുന്നു. നിങ്ങളിപ്പോൾ കടലിലാണ്. മാർക്കറ്റിൽ പുളി വറക്കുന്ന മണമില്ല. വിമർശന കണ്ണുകളുള്ള ആടുകളോ വഴക്കിടുന്ന ട്രാൻസ്ലേറ്റേഴ്സോ ഇല്ല. എല്ലാ ഡയറക്ഷനിലും വെള്ളം മാത്രം. ഒരു ക്യൂരിയസ് പെറ്റ് പോലെ നിങ്ങളെ പിന്തുടരുന്ന ചന്ദ്രനും. ഇതേത് ഡേ ആണെന്ന് മറന്നുപോയ നാവികരുടെ പകുതി ഉറക്കത്തിലുള്ള താളത്തിലേക്ക് ക്രൂ സെറ്റിൽ ചെയ്യുന്നു. അവരിൽ ഒരാൾ പറയുന്നു, കാറ്റിൽ കരയുടെ രുചി അനുഭവപ്പെടുന്നുവെന്ന്. മറ്റൊരാൾ പറയുന്നു, അത് കോഴിക്കോടിൽ നിന്നും പുറപ്പെട്ടതിനു ശേഷം അയാൾ പല്ല് ബ്രഷ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണെന്ന്. നിങ്ങളുടെ സ്വന്തം ചിന്തകൾ പിന്നോട്ടു പോകുന്നു. കൂടുതലും പോർച്ചുഗലിലേക്കല്ല, ഇപ്പോഴല്ല, പക്ഷെ കോഴിക്കോട്ടിലെ അവസാന മണിക്കൂറുകളിലേക്ക്. മരം കൊണ്ട് കൊത്തിയുണ്ടാക്കിയ ആനകൾ വിൽക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾ ഓർക്കുന്നു. നിങ്ങളത് വാങ്ങിയില്ല. ഇപ്പോഴത് നിങ്ങളെടുത്ത ഏറ്റവും മോശം തീരുമാനമായി തോന്നുന്നു. ആയിരക്കണക്കിന് കുരുങ്ങിയ വേരുകളുള്ള ഒരു ആൽമരത്തിന് കീഴിൽ ഒരു വൃദ്ധ നിങ്ങളോടൊന്നും പറഞ്ഞില്ല, എന്നിട്ടും എല്ലാം പഠിപ്പിച്ചുവെന്നതും നിങ്ങൾ ഓർക്കുന്നു. പക്ഷേ വാസ്കോ, അവൻ ഇതിനകം തന്നെ ഭൂതകാലം റീറൈറ്റ് ചെയ്യുകയാണ്. അദ്ദേഹം സംസാരിക്കുമ്പോഴെല്ലാം കഥ കൂടുതൽ മൂർച്ചയുള്ളതും മാറ്റങ്ങളുള്ളതുമാകുന്നു. റിജക്ഷനെക്കുറിച്ച് കുറവും ധൈര്യത്തെക്കുറിച്ച് കൂടുതലുമാകുന്നു. അസ്വസ്ഥമായ നിശബ്ദതയെക്കുറിച്ച് കുറവും ധൈര്യപൂർവമായ ഡിപ്ലോമസിയെക്കുറിച്ച് കൂടുതലുമാകുന്നു. അദ്ദേഹം നാട്ടിലേക്ക് കത്തുകൾ എഴുതാൻ തുടങ്ങി.
അവ അലങ്കാരപ്രധാനവും പ്രതീക്ഷയിൽ നിറഞ്ഞതും ഫ്രൂട്ട്ഫുൾ എൻകൗണ്ടർ, സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്നീ വാക്കുകൾ ഉപയോഗിച്ചുള്ളതുമായിരുന്നു. സ്ട്രാറ്റജിക് പേഷ്യൻസ് എന്നാൽ നിങ്ങളുടെ വിചിത്രമായ സമ്മാനങ്ങൾ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് കരുതി കാത്തിരിക്കുകയെന്നാണ് അർത്ഥമെന്ന് നിങ്ങൾ സംശയിക്കുന്നു. വാസ്കോവിൻ്റെ വിവരണത്തിൽ എത്രത്തോളം എംബലിഷ്മെൻ്റ് ഉണ്ടായിരുന്നുവെന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാരിപ്പോഴും വാദിക്കുന്നു. ചിലർ പറയുന്നു അദ്ദേഹം ഭ്രമത്തിലായിരുന്നുവെന്ന്. മറ്റു ചിലർ നിർദ്ദേശിക്കുന്നത് അദ്ദേഹം ലോങ് ഗെയിമാണ് കളിക്കുന്നതെന്നാണ്. ഭാവിയിൽ കൂടുതൽ സത്യസന്ധമായൊരു എക്സ്പെഡിഷന് ഫണ്ട് ചെയ്യാൻ വേണ്ടി പകുതി സത്യം അവതരിപ്പിക്കുകയായിരുന്നുവെന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഷിപ്പ്മേറ്റ്സിൽ ഒരാളായ ജോവോ സമയബോധം നഷ്ടപ്പെടുകയാണ്. കൊച്ചിയെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നത് 3 വർഷം മുമ്പ് കണ്ട ഒരു ഡ്രീം പോലെയാണ്. അദ്ദേഹം സമുദ്രത്തെ കുരുമുളക് പാത എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പോയറ്റിക്കായി തോന്നും, പക്ഷെ പ്രാർത്ഥനയും പൊടിച്ച ഏലക്കവും മാത്രം ഉപയോഗിച്ച് മീൻ പാകം ചെയ്യാൻ ശ്രമിക്കുന്നതുവരെ അത് പോയറ്റിക്കായിട്ട് തോന്നില്ല. പിന്നെ യഥാർത്ഥ കൊടുങ്കാറ്റ് വരുന്നു. മെറ്റഫോറിക്കലല്ല, ഇമോഷണലല്ല, വെറും ക്ലാസിക്കായ ഇടിമുഴക്കവും പായ് പറക്കുന്നതും നിങ്ങൾക്ക് നീന്താൻ അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന തരത്തിലുള്ള കൊടുങ്കാറ്റ്. രാത്രിയുടെ നടുക്ക് അത് ആഞ്ഞടിക്കുന്നു. ആകാശം എവിടെയെന്നാരോ വിളിച്ചു പറയുന്ന അൺമിസ്റ്റേക്കബിൾ സൗണ്ട് കേട്ടാണ് നിങ്ങൾ ഉണരുന്നത്. കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ ഒട്ടും ഹെൽപ്ഫുൾ അല്ലാത്തൊരു ചോദ്യമാണെങ്കിലും മനസ്സിലാക്കാവുന്നതേയുള്ളൂ. നിങ്ങൾ ഹാമക്കിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഹെൽപ്പ് ചെയ്യാൻ ഓടുന്നു. സ്റ്റോം മാനേജ് ചെയ്യാൻ നിങ്ങൾക്ക് ട്രെയിനിംഗ് ഒന്നുമില്ലെങ്കിലും ആശങ്കയോടെ നോക്കാനും യൂസ്ഫുള്ളായി തോന്നുന്ന നോട്ട്സ് കിട്ടാനും നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. തിരമാലകൾ ഡ്രമാറ്റിക്കായി ഡെക്കിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. മഴ നിങ്ങളുടെ ട്യൂണിക്കിനെ ഒരു സ്വകാര്യ സ്വിമ്മിംഗ് പൂളാക്കി മാറ്റുന്നു. നനഞ്ഞു കുതിർന്ന വാസ്കോ കണ്ണു ചിമ്മാതെ കടലിനെ തന്നെ കീഴടക്കാൻ ശ്രമിക്കുന്നത് പോലെ ടില്ലർ മുറുകെ പിടിക്കുന്നു. നിങ്ങൾ ആലോചിക്കുന്നു, ഇതെല്ലാം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചതെന്താണെന്ന്. മാസങ്ങളോളം കപ്പലോടിക്കാൻ, ഒരു മോശം പോയം പോലെ റിജക്റ്റ് ചെയ്യപ്പെടാൻ, ഇപ്പോൾ കുരുമുളക് പെർമിറ്റ് നിഷേധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ നോക്കുന്നത് പോലെ സ്റ്റോമിനെ നേരിടാൻ. ഒരു കൂടെ കറുവപ്പെട്ട അഴിഞ്ഞ് ബോട്ടിൻ്റെ വശത്തേക്ക് ക്രാഷ് ചെയ്യുന്നു. പകുതി ക്രൂ കാർഗോ സെക്യൂർ ചെയ്യാൻ ഓടുന്നു. ബാക്കിയുള്ളവർ ബോട്ടിൽ നിന്ന് തെറിച്ചു പോകാതിരിക്കാൻ നോക്കുന്നു. ഈ ബഹളത്തിൽ നിങ്ങളുടെ കളിമൺ ലാമ്പ്, കുശവൻ്റെ ചെറിയ സ്പൈറൽ കൊത്തിയ സാധനം, നിങ്ങളുടെ ബാഗിൽ നിന്നും വീണ് അറ്റത്തേക്ക് ഉരുണ്ടുപോകുന്നു. നിങ്ങൾ ചാടി അത് പിടിക്കുന്നു. വഴുവഴുപ്പായ ഡെക്കിലൂടെ ഒരു അൺകോർഡിനേറ്റഡ് കടലാന്തിയെപ്പോലെ വഴുതി നീങ്ങുന്നു. നിങ്ങളത് രക്ഷിക്കുന്നു, കഷ്ടിച്ച്. ആകാശം തകർന്നു വീഴുമ്പോൾ ഒരു ചെറിയ ഉപയോഗമില്ലാത്ത കളിമൺ പാത്രം മുറുകെ പിടിക്കുന്നതിൽ എന്തോ വിഡ്ഢിത്തമുണ്ട്, പക്ഷേ അതിൽ വല്ലാത്ത മനുഷ്യത്വവുമുണ്ട്. രാവിലെ ആയപ്പോഴേക്കും സ്റ്റോം കടന്നുപോയി. ആകാശം മുഴുവൻ മാപ്പ് പറയുന്നത് പോലെയാണ്. സോഫ്റ്റ് പിങ്ക് നിറങ്ങൾ, കോട്ടുവായുന്ന മേഘങ്ങൾ, കുറച്ചു മുൻപെറ്റും അലറിക്കൊണ്ടിരുന്നില്ല എന്ന് നടിക്കുന്ന സൂര്യനും. കപ്പൽ തകർന്നിരിക്കുന്നു, പക്ഷെ ഒഴുകുന്നുണ്ട്. കുറച്ച് ബ്രൂസസ്, ഒരു ഹാറ്റ് കാണാനില്ല. ഒരാൾ കൊടുങ്കാറ്റ് അയാളുടെ ഷൂസ് എടുത്തുകൊണ്ടുപോയി പകരം ഒരു തേങ്ങ വച്ചുപോയി എന്ന് സത്യം ചെയ്യുന്നു. നിങ്ങളത് ചോദ്യം ചെയ്യുന്നില്ല. ആ ദുച്ചയ്ക്ക് വാസ്കോ നന്ദി പ്രാർത്ഥനകൾക്കായി വിളിക്കുന്നു. പിന്നെ കൊടുങ്കാറ്റിലെ സംഭവങ്ങളുടെ ഒരു ഒഫീഷ്യൽ ലോഗ് തയ്യാറാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങൾ ചോദിക്കുന്നു, നമ്മൾ കറുവപ്പെട്ട് നഷ്ടപ്പെടാൻ പോയ കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്യണമോ എന്ന്. അദ്ദേഹം ഇല്ല എന്ന് പറയുന്നു, പക്ഷേ പിന്നെ കൂട്ടിച്ചേർക്കുന്നു, കൊടുങ്കാറ്റിനെക്കുറിച്ച് വലുതാക്കി കാണിക്കണം. നിങ്ങൾ തലയാട്ടുന്നു. 2 തിരമാലകൾ കൂടി ചേർക്കുന്നു. ഒരു സങ്കല്പിക മിന്നൽ പിണറും ചേർക്കുന്നു. രസത്തിനായി കടൽ ഉപ്പുനീരിൽ മുക്കിയ പല്ലുകൾ ദേഷ്യത്തോടെ കടിച്ചുവെന്നെഴുതുന്നു. കടൽ അങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നിങ്ങൾക്കുറപ്പാണ്, പക്ഷേ അത് എപ്പിക്കാൻ തോന്നുന്നു. ഈ കൊടുങ്കാറ്റിന് ശക്തി നൽകിയില്ലെങ്കിൽ ആരും ഇത് ഓർക്കില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് നിങ്ങളത് ചെയ്യുന്നു. പിന്നീട് എല്ലാവരും ഉറങ്ങുമ്പോഴും നക്ഷത്രങ്ങൾ വീണ്ടും എത്തി നോക്കുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വിളക്കിനരികിലിരിക്കുന്നു. അതിപ്പോൾ പൊട്ടിയിരിക്കുന്നു, അല്പം വിള്ളൽ വീണിട്ടുണ്ട്. പക്ഷേ നിങ്ങളൊരു തീപ്പൊരി കളിത്തിയത് കത്തിക്കുമ്പോൾ പ്രകാശം മൃദുവായതും സ്വർണ്ണനിറമുള്ളതും യഥാർത്ഥവുമാണ്. അത് കടലിനെ പ്രകാശിപ്പിക്കുന്നില്ല, പക്ഷേ നിങ്ങളുടെ സ്വന്തം കൈകൾ കാണാൻ അത് മതി. യാത്രയിൽ ഇപ്പോഴും ചൂടുണ്ടെന്ന് അനുഭവിക്കാൻ മതിയാകുന്നത്. കടൽ വീണ്ടും ശാന്തമായിരിക്കുന്നു. അതിപ്പോൾ കാണിച്ച പെർഫോമൻസിൽ നാണിച്ചതുപോലെ. രാവിലെ ഇപ്പോൾ മഞ്ഞ് ഉറങ്ങുന്ന പാമ്പുകളെപ്പോലെ ഡെക്കിൽ ചുറ്റിപ്പിണയുന്നു. ക്രൂ എന്തിനെയോ ഉണർത്താൻ പേടിക്കുന്നതുപോലെ മെല്ലെ നടക്കുന്നു. നിങ്ങളും അവരോടൊപ്പം ചേരുന്നു. ഉദ്ദേശത്തേക്കാൾ ശീലം കൊണ്ട് നനഞ്ഞ കയറുകളെ അഴഞ്ഞ കൂമ്പാരങ്ങളാക്കി വാരിക്കൂട്ടുകയും മേഘങ്ങൾ തിരമാലകളുമായി രഹസ്യങ്ങൾ കൈമാറുന്നത് നോക്കിയിരിക്കുകയും ചെയ്യുന്നു. പക്ഷേ വാസ്കോഡഗാമയോ? അദ്ദേഹം പൂർണ്ണമായും മിഷൻ മൂഡിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. കൊടുങ്കാറ്റായാലും ഇല്ലെങ്കിലും അദ്ദേഹം ഇപ്പോൾ സ്റ്റേൺ ഡെക്കിൽ ഡെയിലി ബ്രീഫിംഗ്സ് നടത്തുന്നു.
പരുക്കനിങ്ക് മാപ്പുകളിലേക്ക് കൈകൾ വീശിക്കാണിക്കുകയും വളഞ്ഞുപളഞ്ഞ തീരരേഖകളിലേക്ക് നാടകീയമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. നമ്മൾ ദീർഘവഴിയെടുക്കും, അദ്ദേഹം ഒരു രാവിലെ പ്രഖ്യാപിക്കുന്നു, ഒരു ചാർട്ടിനെ അത് തന്നെ അപമാനിച്ചതുപോലെ നോക്കിക്കൊണ്ട്. ഗുജറാത്തി കടൽക്കൊള്ളക്കാർ കാത്തിരിക്കുന്ന ചാനൽ ഒഴിവാക്കും. ഗുജറാത്തി കടൽക്കൊള്ളക്കാരുണ്ടെന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു, പക്ഷേ അവരുണ്ട്. മറ്റൊരു നൂറ്റാണ്ടിൻ്റെ സ്പീഡ് ബോട്ടുകളാണ് അവർക്കിഷ്ടം. എന്നാൽ അവരുടെ കൈവശമുള്ള സാധനങ്ങൾ കൊണ്ട് അവർ നന്നായി മുന്നോട്ടു പോകുന്നു. ലേറ്റന്റ് സെയിൽസ്, സർപ്രൈസ് ടാക്ടിക്സ്, കൂടാതെ സുഗന്ധവ്യഞ്ജനങ്ങൾ നിറഞ്ഞ യൂറോപ്യൻ കാർഗോയോടുള്ള അവരുടെ താൽപ്പര്യവും. എന്നിരുന്നാലും വാസ്കോയുടെ വഴിമാറ്റം സുരക്ഷയ്ക്ക് വേണ്ടിയാണോ, അതോ താൻ വീണ്ടും അല്പം വഴിതെറ്റിപ്പോയി എന്ന് സമ്മതിക്കാതിരിക്കാൻ വേണ്ടിയാണോ എന്നത് വ്യക്തമല്ല. അദ്ദേഹം ആ പ്രത്യേക കടൽപ്രവാഹത്തെ മനഃപൂർവ്വം പിന്തുടർന്നതാണോ, അതോ അത് അദ്ദേഹത്തെ അതിൻ്റെ ഇഷ്ടം പോലെ കൊണ്ടുപോയതാണോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ ഇപ്പോഴും വാദിക്കുന്നു. ഒരു പണ്ഡിതൻ പറയുന്നത് ദ ഗാമ ഡിവൈൻ ഇറിറ്റേഷൻ വഴി നാവിഗേറ്റ് ചെയ്തുവെന്നാണ്. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന വഴി എപ്പോഴും തിരഞ്ഞെടുത്തുവെന്ന്. നിങ്ങൾ മറുഭാഗത്ത് വൈറ്റിൻ്റെ ഡിറക്ഷനിൽ നാവിഗേറ്റ് ചെയ്യുകയാണ്. സപ്ലൈസ് വീണ്ടും കുറഞ്ഞു വരുന്നു. വീണ്ടും ഹാർട്ട് അറ്റാക്കിലേക്കും ഉണക്കപ്പയറിലേക്കും കുക്ക് ഫിഷ് ജെർക്കി എന്ന് പറയുന്ന എന്തിനോ ഒന്നിലേക്കും, പക്ഷേ അത് ശരിക്കും ഫേർണിച്ചറിൻ്റെ മേലുള്ള തുണിയായിരിക്കാം, തിരിച്ചു പോകേണ്ടി വരുന്നു. നിങ്ങൾ മിസ് ചെയ്യുന്ന കാര്യങ്ങളുടെ ലിസ്റ്റുണ്ടാക്കാൻ തുടങ്ങുന്നു. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ ചെറിയ സിമ്പിളായ സുഖങ്ങൾ. പച്ചമാങ്ങ, ആടാത്ത നില, കോഴിക്കോടിൻ്റെ വേപ്പെണ്ണയുടെയും ജീരകത്തിൻ്റെയും മണം, ആന്റോണിയോ എന്ന ആട്. അതെ, വിയേഡ് സാറ്റുള്ള ട്രാൻസ്ലേറ്റർ പോലും. കടലിൽ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പോലും ഒരു നൊസ്റ്റാൾജിക്കായ ഫീല് തരുന്നു. ആഴ്ചയുടെ മധ്യത്തിൽ ആരോ ഒരു തിമിംഗലത്തെ കണ്ടു. അല്ലെങ്കിൽ അതൊരു തിമിംഗലമാണെന്ന് അവർ വിചാരിക്കുന്നു. അതൊരു മരക്കഷ്ണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു കടലാത്മാവ്, അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡായ ഡോൾഫിൻ. ആർക്കും കൃത്യമായി അറിയില്ല, പക്ഷേ അതൊരു ഇവൻ്റായി മാറി. നിങ്ങളെല്ലാവരും കപ്പലിൻ്റെ സ്റ്റാർബോർഡ് റെയിലിൽ കൂടി ഡ്രമാറ്റിക്കായി 10 മിനിറ്റ് നേരം കണ്ണുകൾ ചുരുട്ടി നോക്കി. അതെ, അത് പ്രഭാശീലമായിരുന്നു എന്ന് തീരുമാനിച്ചു. നിങ്ങളത് നിങ്ങളുടെ ജേണലിൽ സ്കെച്ച് ചെയ്യുന്നു. അതിനൊരു പേര് നൽകുന്നു, ലൊറൻസോ ദി എനിഗ്മാറ്റിക്. തിമിംഗലം പോലെ മറന്നുപോയ കൊടുങ്കാറ്റുകളുടെ ജ്ഞാനം വഹിക്കുന്ന കണ്ണുകളോടെ എന്ന് നിങ്ങളതിനെ വിവരിക്കുന്നു. അത് നിങ്ങളെ വീണ്ടും ഒരു യഥാർത്ഥ ക്രോണിക്കലറാണെന്ന് തോന്നിപ്പിക്കുന്നു. പക്ഷേ വാസ്കോന് സങ്കല്പനാത്മക മനസ്ഥിതിയില്ല. അദ്ദേഹം ഇതിനകം തന്നെ റിപ്പോർട്ടുകൾ പ്ലാൻ ചെയ്യുകയാണ്. കാർഗോ വോളിയം, കടൽ മാർഗങ്ങൾ, ഇന്ത്യൻ സഹകരണത്തിൻ്റെ സാധ്യത എന്നിവയുടെ എസ്റ്റിമേറ്റ്സ്. അടുത്ത യാത്രയിൽ കൂടുതൽ ട്രാൻസ്ലേറ്റേഴ്സും നല്ല ഗിഫ്റ്റുകളും കുറച്ച് ആടുകളും ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം തൻ്റെ സഹോദരൻ പൗലോയോട് പതുക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു. ആ അവസാന ഭാഗത്തോട് നിങ്ങൾ പതിയെ എതിർക്കുന്നു. ഒരു ശാന്തമായ സന്ധ്യയിൽ നിങ്ങൾ മറ്റു ചിലരുമായി മിഡ്ഡക്കിൽ ഒത്തുകൂടുന്നു. ജോവോ ഒരു തരത്തിൽ ഡൈസും കടൽച്ചിപ്പികളും നാടകീയമായ പരിഹാസങ്ങളും ഉൾപ്പെടുന്ന ഒരു താൽക്കാലിക ഗെയിം ഉണ്ടാക്കിയിരിക്കുന്നു. സമ്മാനം ഒരു പ്രിസർവ്ഡ് അത്തിപ്പഴമാണ്. എല്ലാവരും അത് സ്വർണം പോലെ കളിക്കുന്നു. നിങ്ങൾ തോറ്റു, നന്നായിട്ട് തന്നെ. പക്ഷേ സ്റ്റോറി ടെല്ലിങ്ങിൽ നിങ്ങൾ ജയിച്ചു. ഡൈസിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കെട്ടുകഥയാണ് ആ മാസം മുഴുവൻ മറ്റെന്തിനേക്കാളും കൂടുതൽ ചിരിപടർത്തിയത്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. കടൽ ഗ്ലാസ് പോലെ നിശ്ചലമാകുന്ന സമയത്തും സമയം തേൻ പോലെ പതുക്കെ ഒഴുകുന്ന സമയത്തും മനുഷ്യർ വിചിത്രമായിരിക്കാനുള്ള വഴി കണ്ടെത്തുന്നു. ഒരു ഗെയിം, ഒരു ജോക്ക്, വിരസതയ്ക്കെതിരായ ഒരു ചെറിയ റിബല്യൻ. നിങ്ങളിപ്പോൾ നക്ഷത്രങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കുന്നു. കവിതാത്മകമായി ഓ പ്രപഞ്ചമേ എന്ന രീതിയിലല്ല. ഞാൻ വിചാരിക്കുന്നു ആ നക്ഷത്രം പുതിയതാണ്, അല്ലെങ്കിൽ ആ തിളങ്ങുന്നത് വീണ്ടും മഴ വരുമെന്ന് സൂചിപ്പിക്കുന്നു എന്ന രീതിയിലാണ്. കടലിന് മൂടുകളുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. വ്യക്തിത്വങ്ങൾ, മറ്റൊരുപക്ഷെ ഫേവറിറ്റുകൾ വരെ. ചിലപ്പോൾ അത് സാൻ ഗേബ്രിയലിനെ ഒരു ഇല പോലെ ഒഴുകാൻ അനുവദിക്കുന്നു. ചിലപ്പോൾ അത് നിങ്ങൾക്ക് താഴമുരളുന്നു, പൂർണ്ണമായും ക്ഷമിക്കാത്ത എന്തോ ഓർക്കുന്നത് പോലെ. വാസ്കോ അയാളുടെ കണക്കുകൂട്ടലുള്ള അഭിലാഷങ്ങൾ ഉണ്ടായിരുന്നിട്ടും കടലുമായി സംസാരിക്കാൻ തുടങ്ങി. ഉറക്കെയല്ല, പ്രാർത്ഥനയിലുമല്ല, ജസ്റ്റ് മന്ത്രിക്കുന്നത് പോലെ, ചെവിടനും പ്രായമേറിയതുമായ ഒരു പെറ്റ് ആനിമലിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതുപോലെ. നിങ്ങളും ഒരിക്കലത് ട്രൈ ചെയ്യുന്നു. ഹേ, നിങ്ങൾ കാറ്റിലേക്ക് മന്ത്രിക്കുന്നു. നൈസ് വെതർ, താങ്ക്സ് എന്ന് കരുതുന്നു. കടൽ മറുപടി പറയുന്നില്ല, പക്ഷേ അടുത്തു വച്ചൊരു മീൻ ചാടുന്നു. അത് അംഗീകരിക്കുന്നത് പോലെ തോന്നുന്നു. തിരിച്ചു പോകുമ്പോൾ വീണ്ടും മലിണ്ടിയിൽ നിർത്താമെന്ന് സംസാരിക്കുന്നുണ്ട്. അവിടെ എത്താൻ കഴിഞ്ഞാൽ മതി. ഒരുപക്ഷെ കൂടുതൽ സപ്ലൈസിന് വേണ്ടി കൈമാറ്റം ചെയ്യാം. ഒരുപക്ഷെ വിശ്രമിക്കാം. വിന്ദിനെ ആശ്രയിച്ചിരിക്കുമെന്ന് വാസ്കോ പറഞ്ഞു.
പക്ഷേ മൂഡിനെ ആശ്രയിച്ചാണെന്ന് നിങ്ങൾ സംശയിക്കുന്നു. അവൻ്റെ, ക്രൂവിൻ്റെ, കടലിൻ്റെ, മറ്റൊരു പക്ഷേ നിങ്ങളുടെയും. ഇന്ന് രാത്രി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ മൺവിളക്ക് കത്തിക്കുന്നു. നങ്കൂരത്തിൻ്റെ തൂണിനടുത്ത് കാലുകൾ കവച്ചിരുന്ന് പെട്ടികളിൽ ഇപ്പോഴും അവശേഷിക്കുന്ന കറുവാപ്പട്ടയുടെ മണം നിങ്ങൾ ശ്വസിക്കുന്നു. എല്ലാം നിശബ്ദമാണ്, സമാധാനപരമാണ്. മുൻപ് കേട്ടൊരു കഥ പോലെ തിരമാലകൾ നിങ്ങളെ ആട്ടുന്നു. പക്ഷേ വീണ്ടും കേൾക്കുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല. ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കൊടുങ്കാറ്റിൻ്റെ റിസ്ക്, ഭക്ഷണം കേടാകൽ, നാവിഗേഷൻ സംബന്ധിച്ച തർക്കങ്ങൾ എന്നിവ ഉണ്ടെങ്കിലും നിങ്ങളുടെ നെഞ്ചിൽ എന്തോ വിചിത്രമായൊരു വികാരം വിരിയുന്നു. അത് വിജയമല്ല, ആശ്വാസവുമല്ല, ജസ്റ്റ് ഒരു ചൂടുള്ള മിന്നിമരിയുന്ന ചിന്ത. ഒരുപക്ഷെ ആക്വാർഡായ സമ്മാനങ്ങളും ഡിസപ്പോയിന്റിംഗ് ആയ ട്രേഡ് നെഗോഷിയേഷൻസും ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ പ്രാധാന്യമുള്ള എന്തിനോ ഒന്നിൻ്റെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ ടെക്സ്റ്റ് ബുക്കുകൾക്ക് വേണ്ടിയല്ല, പക്ഷേ ഈ ബോട്ടിലെ മനുഷ്യർക്ക് വേണ്ടി, നിങ്ങളുടെ കൈകളിലെ വിളക്കിനു വേണ്ടി. പുലർകാലം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ആ സെയിൽസ് കണ്ടത്. ആദ്യം മങ്ങിയ രീതിയിൽ, ഹൊറൈസണിൽ തുന്നിച്ചേർത്ത നേർത്ത രേഖകൾ പോലെ, ആരോ ചാർക്കോൾ കൊണ്ട് വരച്ചിട്ട് മായ്ക്കാൻ മറന്നതുപോലെ. പക്ഷെ പെട്ടെന്ന് തന്നെ അവ യഥാർത്ഥ ഷേപ്പുകളായി മാറി. കപ്പലുകൾ 4 വിചിത്രമായ രീതിയിൽ ഒരുമിച്ച് നീങ്ങുന്നു. ആദ്യം പാനിക്കായിരുന്നു. ഒരു കപ്പൽക്കാരൻ വിളിച്ചു പറഞ്ഞു, അത് ഗുജറാത്തിക്കാരായ. ആരോ ഒരു മഗ് താഴെയിട്ടു. വാസ്കോ അവന്റെ ക്യാബിനിൽ നിന്ന് പുറത്തേക്ക് വന്നു. പകുതി വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായും ദേഷ്യത്തോടെ, ഒരു ഡ്രമാറ്റിക് സെന്റൻസ് എഴുതുന്നതിനിടയിൽ തടസ്സപ്പെട്ട ആളെപ്പോലെ. നിങ്ങളൊരു ക്രേറ്റിന്റെ പിന്നിൽ ഒളിക്കാൻ തയ്യാറെടുത്തു. ഒരുപക്ഷേ കറുവപ്പട്ടയുടെ. നിങ്ങൾ തീരുമാനിച്ചു, മരിക്കേണ്ടി വരുമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് പേസ്ട്രിയുടെ മണം അല്പം വരുന്ന സ്ഥലത്ത് വെച്ചാണ് മരിക്കേണ്ടതെന്ന്. പക്ഷെ കപ്പലുകൾ അടുത്തേക്ക് വരുമല്ല, അവ ഒഴുകുന്നു, പാരലലായി, ദൂരെ, ഏകദേശം താൽപ്പര്യമില്ലാത്ത പോലെ. ഒടുവിൽ ആരോ സജസ്റ്റ് ചെയ്യുന്നു, അവ സാൻസിബാറിലേക്ക് പോകുന്ന അറബ് ദൗസ് ആയിരിക്കാമെന്ന്. വാസ്കോ കണ്ണു ചിമ്മി നോക്കുന്നു, പതുക്കെ തലയാട്ടുന്നു. അവ ഒരു ത്രെട്ടല്ല എന്ന് പ്രഖ്യാപിക്കുന്നു. എന്നാൽ പ്ലോട്ടിനു വേണ്ടി അവ ത്രെട്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളുടെ നിരാശയോടെയാണ് അദ്ദേഹം അത് പറയുന്നത്. എന്നിട്ടും ടെൻഷൻ നിലനിൽക്കുന്നു, അമിതമായി വേവിച്ച സ്റ്റ്യൂ പോലെ. ആളുകൾ കയറുകൾ ആവശ്യത്തിലധികം മുറുക്കിക്കെട്ടുന്ന രീതിയിൽ നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും. ജോക്സ് ഫ്ലാറ്റാകുന്ന രീതിയിൽ. സാധാരണ കടൽ സംബന്ധമായ അനാവശ്യ വിവരങ്ങളുടെ ഉറവിടമായ ജോവോ ഒരു ദിവസം മുഴുവൻ മിണ്ടാതിരിക്കുന്ന രീതിയിൽ. ഈ കണ്ടുമുട്ടൽ ഒരു കോയിൻസിഡൻസ് ആയിരുന്നോ, അതോ നിലവിലുള്ള മുസ്ലിം വ്യാപാര ശൃംഖലയിൽ നിന്നുള്ള ഒരു മറഞ്ഞ മുന്നറിയിപ്പായിരുന്നോ എന്ന് ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. ഡഗാമ തിരിച്ചു പോകുമ്പോൾ നിഴലുപോലെ പിന്തുടരപ്പെട്ടിരുന്നു എന്ന്, സൂക്ഷ്മമായി നയിക്കപ്പെട്ടിരുന്നു എന്ന് ചിലർ വാദിക്കുന്നു. മറ്റു ചിലർ പറയുന്നു, കപ്പലുകൾ മൺസൂൺ സീസൺ ഒഴിവാക്കാൻ വന്ന ട്രേഡേഴ്സ് ആയിരുന്നു എന്ന്. പക്ഷേ നിങ്ങൾക്കതറിയില്ല. ആഴ്ചകളായി ഒരു പായ് കാണാതിരുന്നപ്പോൾ അതെത്ര വലുതായി തോന്നുമെന്ന് മാത്രമേ നിങ്ങൾക്കറിയൂ. ഈ കണ്ടുമുട്ടൽ വാസ്കോയിൽ എന്തോ മാറ്റം വരുത്തി. അവൻ ഡെക്കിൽ കൗൺസിൽ നടത്തുന്നത് നിർത്തി, തന്റെ ജേണലിലേക്ക് പിൻവാങ്ങി, വീണ്ടും സംഖ്യകൾ പിറുപിറുക്കാൻ തുടങ്ങി. കാർഗോ വെയ്റ്റ്, ബാക്കിയുള്ള വെള്ളം, കടലിൽ ചെലവഴിച്ച ദിവസങ്ങൾ, മ്യൂട്ടിനിയുണ്ടാകാനുള്ള സാധ്യതകൾ എന്നിവയായിരുന്നു അത്. ഒരു വൈകുന്നേരം അവൻ തിരമാലകളോട് തന്റെ കുട്ടികളുടെ പേരുകൾ ആവർത്തിച്ച് മന്ത്രം പോലെ പറയുന്നത് നിങ്ങൾ കേട്ടു. അതിനിടയിൽ ക്രൂ വാട്ടിലെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. നൊസ്റ്റാൽജിക്കായിട്ടല്ല, മറിച്ചത് അത്യാവശ്യം പോലെ. അവർ ലിസ്ബണിനെക്കുറിച്ചുള്ള കഥകൾ പങ്കുവച്ചു. ആ പേരുച്ചരിച്ചാൽ അത് പ്രത്യക്ഷപ്പെടുമെന്ന് കരുതി. മൂലയിലെ ബേക്കറിന്റെ റൊഡ്ഡി, ഉരസി വേദനിക്കാത്ത വസ്ത്രങ്ങൾ, നൂറ്റാണ്ടുകളായി അനങ്ങാതെ കിടന്ന മണ്ണിന്റെ മണം. നിങ്ങളുടെ വീട് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇപ്പോഴതെല്ലാം വഴുതിപ്പോകുന്നു. കാര്യങ്ങൾ മങ്ങിപ്പോകുന്നു. ഷട്ടറുകൾ പച്ചയായിരുന്നോ നീലയായിരുന്നോ? അയൽക്കാരനൊരു പൂച്ചയുണ്ടായിരുന്നോ അതോ കുട്ടിയായിരുന്നോ? ഇപ്പോൾ നിങ്ങൾക്കുറപ്പില്ല. കടൽ അവയെല്ലാം വെള്ളവും ഉപ്പും കൊണ്ട് മാറ്റിവെച്ചു. ഭക്ഷണം വീണ്ടും ഒരു പ്രശ്നമായി. കുറവ്, വിചിത്രം. പയറുകൾ ഇപ്പോൾ യാഥാർത്ഥ്യത്തേക്കാൾ ഒരു സജഷൻ പോലെയാണ്. പാചകക്കാരൻ സീ സർപ്രൈസ് വിളമ്പാൻ തുടങ്ങി. അതെല്ലാം വേവിച്ച് സങ്കടമാക്കിയത് മാത്രം. നിങ്ങളുടെ ലാമ്പിന്റെ അടിഭാഗത്ത് ചെറിയ പാറ്റേണുകൾ കൊത്തിയുണ്ടാക്കി സ്വയം ഡിസ്ട്രാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചുഴലികൾ, നക്ഷത്രങ്ങൾ, ഒരു മനോഹരമായ നീരാളി. ഇതതിനെ കൂടുതൽ മാജിക്കലാക്കുമെന്നോ അല്ലെങ്കിൽ കുറച്ചെങ്കിലും പൊട്ടാതിരിക്കുമെന്നോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ഒരു രാത്രി പൗലോ വാസ്കോയിന്റെ ശാന്തവും സ്ഥിതവുമായ സഹോദരൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നു. കുറച്ചുനേരം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. വല്ല രഹസ്യവും വെളിപ്പെടുത്താൻ പോകുന്നതുപോലെ തിരമാലകളെ നോക്കിയിരുന്നു. പിന്നെ അദ്ദേഹം പറഞ്ഞു, താൻ വാഗ്ദാനം ചെയ്തതിലും കുറവായി തിരിച്ചുവരുമോ എന്ന് അവൻ പേടിക്കുന്നുവെന്ന്. നിങ്ങൾ വാസ്കോയിന്റെ ക്യാബിനിലേക്ക് നോക്കി. അവിടെ മെഴുകുതിരിയുടെ വെളിച്ചം പായ്മരങ്ങളിൽ ആശങ്ക വരച്ചിട്ടുണ്ട്. നിങ്ങൾ മറുപടി പറഞ്ഞു, അവൻ അതിൽ നേരെ തിരിച്ചു വന്നു കഴിഞ്ഞു എന്ന്. പൗലോ തലയാട്ടി, വാദിച്ചില്ല. വെറുതെ താടിച്ചൊറിഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്തു, എന്നിട്ടും നമ്മൾ ജീവിച്ചു. അദ്ദേഹം ശരിയാണ്. നമ്മുടെ ജീവിക്കാനുള്ള സാധ്യത എത്ര കുറവായിരുന്നു എന്ന് മറക്കാൻ എളുപ്പമാണ്. രോഗങ്ങൾ, കൊടുങ്കാറ്റുകൾ, വാളുമായി വരുന്ന അപരിചിതർ, അസാധ്യമായ ദൂരങ്ങൾ. ഒരിക്കൽ കൂടി ക്രഞ്ചുള്ള എന്തെങ്കിലും കഴിക്കാൻ കഴിയില്ല എന്നുള്ള സാധ്യത. നിങ്ങൾ ഇത്ര ദൂരം എത്തിയിരിക്കുന്നു. കാറ്റ് ദിശ മാറാൻ തുടങ്ങുമ്പോൾ, പായുകൾ സമുദ്രം നിങ്ങളുടെ ദിശയോട് യോജിക്കുമ്പോൾ മാത്രം സംഭവിക്കുന്ന ആ വിചിത്രമായ മന്ദമായ തള്ളൽ പിടിച്ചെടുക്കുമ്പോൾ നിങ്ങളത് എല്ലുകളിൽ അനുഭവിക്കും. നിങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ്. ആ രാത്രി നിങ്ങൾ വീണ്ടും കഥകൾ പറയാൻ തുടങ്ങി. ചെറിയ കഥകൾ, അലങ്കരിച്ച കഥകൾ. പവിഴക്കൊട്ടാരവും ഒരുപക്ഷെ ഞണ്ടായിരിക്കാമെന്നുമറിഞ്ഞ ഒരു മത്സ്യകന്യകയുമായുള്ള പ്രണയമുൾപ്പെടെയുള്ള ലൊറൻസോ ദി എനിഗ്മാറ്റിക് വെയിലിന്റെ കഥ പോലും നിങ്ങൾ വീണ്ടും പറഞ്ഞു. ആളുകൾ ചിരിക്കുന്നു. അവരത് വിശ്വസിക്കുന്നതുകൊണ്ടല്ല, പക്ഷെ ചിരി വീട്ടിലെത്തുന്നതിന്റെ റിഹേഴ്സൽ പോലെ തോന്നുന്നു. നിങ്ങൾ നക്ഷത്രങ്ങളിലേക്ക് നോക്കുന്നു. അവ മാറിയിട്ടില്ല, പക്ഷെ അവയ്ക്കിടയിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായി തോന്നുന്നു. കാലാൾ പടയാളിയെപ്പോലെയല്ല, ചരിത്രത്തിന്റെ ഒരു കഷ്ണം പോലെയാണ്. ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന തരത്തിലല്ല. വാസ്കോ ഡഗാമയുടെ ആദ്യ യാത്രയിലെ വസ്തു, അജ്ഞാതനായ നാവികന്റെ ഓർമ്മവസ്തു എന്ന പ്ലക്കാർഡ് വായിച്ചു മ്യൂസിയത്തിൽ പൊട്ടിയ പഴയ വിളക്ക് കണ്ടെത്തുന്നതുവരെ ആളുകൾ മറന്നുപോകുന്ന തരത്തിൽ. അത് നിങ്ങളായിരിക്കാം. ആ ആശയം നിങ്ങൾക്കിഷ്ടമാണ്. ഏതു ദിവസമാണ് കാലാവസ്ഥ മാറുന്നതെന്ന് നിങ്ങൾക്കുറപ്പില്ല. പക്ഷേ എല്ലാവരും അത് ഫീൽ ചെയ്യുന്നു. മേഘങ്ങൾ എവിടെയോ പോകാനുള്ളതുപോലെ നീങ്ങാൻ തുടങ്ങുന്നു. കടൽ മൂടിയായ സ്ലേറ്റ് നീല നിറത്തിലേക്ക് മാറുന്നു. കാറ്റ് കൂർത്തുവരുന്നു. ഒരു കൊടുങ്കാറ്റല്ല, ഇപ്പോഴുമല്ല, പക്ഷെ കുറച്ച് മിനിറ്റുകൾക്കിടയിൽ നിങ്ങളുടെ തോളിൽ വിരൽ കൊണ്ട് തട്ടുന്നതുപോലെ നിർബന്ധം. എന്തോ വരാൻ പോകുന്നു. കെട്ടാൻ പറ്റുന്നതെല്ലാം കെട്ടാൻ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. ബാരലുകൾ, കയറുകൾ, അകത്തു വെറും വായു മാത്രം ബാക്കിയുള്ള പെട്ടികൾ പോലും. ജ്വാവ് അവന്റെ ഹാമക് 6 കെട്ടുകൾ കൊണ്ട് സെക്യൂർ ചെയ്യുന്നു. സെയിന്റ് എൽമോയിനെയും വെർജിൻ മേരിയെയും കൂടാതെ നിങ്ങൾക്ക് തോന്നുന്നത് ഒരു ആട് കൂടി ഉൾപ്പെടുന്ന ഒരു പ്രാർത്ഥന മൊഴിയുന്നു. കൊടുങ്കാറ്റ് രാത്രിയിലാണ് ഹിറ്റ് ചെയ്യുന്നത്. തീർച്ചയായും എപ്പോഴും രാത്രിയിൽ തന്നെ. കടലിന് ഡ്രാമ ഇഷ്ടമാണെന്ന പോലെ. ഒരു മന്ത്രിക്കുന്നതുപോലെയാണ് തുടങ്ങുന്നത്. തിരമാലകൾക്ക് മുകളിലൂടെ ഒരു ശബ്ദം, പിന്നെ കപ്പലിന്റെ ഹള്ളിൽ നിന്ന് ഒരു മുരളൽ, പിന്നെ പെട്ടെന്ന് കാറ്റ്, മഴ, ലോകം മുഴുവൻ ഒരു ടിൻ ക്യാനിൽ കുലുക്കുന്നതുപോലെയുള്ള ശബ്ദം. സൗണ്ട് ഗാബ്രിയൽ നിങ്ങൾ എന്തെങ്കിലും ചെയ്ത എല്ലാ തെറ്റുകളെയും കുടഞ്ഞുകളയാൻ ശ്രമിക്കുന്നതുപോലെ കുതിക്കുന്നു. നിങ്ങൾ ബാലൻസ് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ വീണ്ടും വീണ്ടും സ്റ്റൈലോടെ പരാജയപ്പെടുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങൾ നനഞ്ഞ ഹാർട്ടാക്കിനെ ഒരു പവിത്ര വസ്തുവിനെ പോലെ മുറുകെ പിടിച്ചുകൊണ്ട് ഡെക്കിന്റെ ഒരറ്റത്ത് നിന്ന് മറുവറ്റത്തേക്ക് വഴുതിപ്പോകുന്നു. ഇത്ര ശബ്ദമില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ തമാശയായേനെ. ആളുകൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയാത്ത ഓർഡറുകൾ വിളിച്ചു പറയുന്നു. ആരോ കരയുന്നുണ്ട്, ആരോ ചിരിക്കുന്നുണ്ട്. വാസ്കോ കുതിർന്നും തേജസ്വിയുമായി പ്രത്യക്ഷപ്പെടുന്നു. ഒരു പുരാണത്തിലേക്ക് ഒഡീഷൻ ചെയ്യുന്ന ആളെപ്പോലെ കമാൻഡ്സ് പുറപ്പെടുവിക്കുന്നു. കൊടുങ്കാറ്റ് മണിക്കൂറുകളോളം നീണ്ടുനിന്നു, അല്ലെങ്കിൽ ദിവസങ്ങൾ. സമയം അലിഞ്ഞുപോയി. നിങ്ങളൊരു റെയിലിംഗ് പിടിച്ചു നിൽക്കുന്നു. ഇതൊരു സ്വപ്നമാണോ എന്ന് ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തോടല്ല, ഈ സ്റ്റുപ്പിഡ് കടലിനെ നിയന്ത്രിക്കുന്ന ആരോടോ. കുറച്ചു ചീസ് കഴിക്കാമെന്ന്, കൂടുതൽ നല്ലവനാകാമെന്ന്, മാപ്പ് വായിക്കാനറിയാമെന്ന് നടിക്കുന്നത് നിർത്താമെന്ന്. പിന്നെ നിശബ്ദത. ഇതൊരു ബാങ്ങോടെ അവസാനിക്കുന്നില്ല. വെറുതെ നിൽക്കുന്നു. കടൽ തന്റെ ദേഷ്യം മറന്നുപോയതുപോലെ. നിങ്ങൾ നനഞ്ഞു കുതിർന്നിരിക്കുന്നു, തണുത്തു വിറയ്ക്കുന്നു, നിങ്ങളുടെ കൈകൾ ചുളിഞ്ഞിരിക്കുന്നു. പക്ഷെ നിങ്ങൾ ജീവനോടെയുണ്ട്, നിങ്ങളുടെ ഭൂരിഭാഗവും എന്തായാലും. പൗലോ ദാ ഗാമയുടെ പിന്നീടുള്ള ജേണലിൽ പരാമർശിച്ച കടൽ തിളച്ച രാത്രി എന്നത് അതേ കൊടുങ്കാറ്റായിരുന്നോ എന്നോ, അതോ കാലക്രമേണ
ഒന്നിലധികം കൊടുങ്കാറ്റുകൾ കൂടിക്കലർന്നതാണോ എന്നോ ചരിത്രകാരന്മാർ ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കപ്പൽ നന്നാക്കാനാവാത്ത വിധം തകർത്ത കൊടുങ്കാറ്റായിരുന്നു ഇതെന്ന് ചിലർ പറയുന്നു. പക്ഷേ നിങ്ങൾക്കത് ഓർമ്മയുണ്ട്. തിരമാലകൾ ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ മാത്രം ഉയർന്നപ്പോൾ ലോകം എത്ര ചെറുതായി എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന പോലെ സൂര്യൻ തിരിച്ചുവരുന്നു. പക്ഷികൾ പ്രത്യക്ഷപ്പെടുന്നു. അവയിലൊന്ന് ചിരിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നു. അത് മനഃപൂർവ്വമാണെന്ന് നിങ്ങൾക്കേറെക്കുറെ ഉറപ്പുണ്ട്. വാസ്കോ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരുക്കനാണെങ്കിലും നിശ്ചയദാർഢ്യമുള്ളതാണ്. അവർ വീണ്ടും കേപ്പ് ചുറ്റിപ്പോകുമെന്ന്, മൊസാംബിക്കിലെ ദ്വീപുകളിലേക്ക് പോകും. വെള്ളം, സപ്ലൈസ്, ഒപ്പം നാട്ടിലെ വിവരങ്ങൾ എന്നിവ കൈമാറ്റം ചെയ്യാൻ ശ്രമിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, നിങ്ങൾ പകുതിയിലധികം കടന്നുകഴിഞ്ഞു. നിങ്ങളത് ചെയ്തു. ഔദ്യോഗികമായല്ല, കടലാസിലല്ല, പക്ഷെ വൈകാരികമായി, ആത്മീയമായി, അതിജീവനപരമായി നിങ്ങൾ ഏറ്റവും മോശം ഭാഗം കടന്നുകഴിഞ്ഞു. ജീവനക്കാർ ഇതിനെ ഘോസ്റ്റ് വോയേജ് എന്ന് വിളിക്കാൻ തുടങ്ങി. മരിച്ചവരുടെ കാര്യം കൊണ്ടല്ല. പനിമൂലം 2 പേരെ നഷ്ടപ്പെട്ടെങ്കിലും എല്ലാം ഇപ്പോൾ അയാഥാർത്ഥ്യമായി തോന്നുന്നു. ആകാം, നക്ഷത്രങ്ങൾ, കടലിൽ നിന്ന് പങ്ക്ച്വേഷൻ മാർക്കുകൾ പോലെ ചാടുന്ന മത്സ്യങ്ങൾ. ഒരു രാത്രി വാസ്കോ ഒരു നടത്തം പോയി. ആഞ്ഞു നടക്കുന്ന തരത്തിലല്ല, ചിന്തിച്ചുകൊണ്ടുള്ള നടത്തം. നിങ്ങൾ അദ്ദേഹത്തെ അകലെ നിന്ന് പിന്തുടർന്നു. കുറച്ചു കുതൂഹലം കൊണ്ടും കുറച്ചു ബോറടിച്ചിട്ടും. അദ്ദേഹം കപ്പലിന്റെ മുൻഭാഗത്ത് കുറച്ചുനേരം നിന്നു. പിന്നെ കോട്ടിൽ നിന്ന് എന്തോ എടുത്തു. ഒരു ചെറിയ പെൻഡന്റ്. വലിയ ഫാൻസിയൊന്നുമല്ല, മരത്തിലുണ്ടാക്കിയ ക്രുഷിന്റെ ആകൃതിയിലുള്ളത്. അദ്ദേഹം അത് ചുംബിച്ച് വെള്ളത്തിലിട്ടു. അതൊരു സെക്കൻഡ് പൊങ്ങി നിന്നു, പിന്നെ മറഞ്ഞുപോയി. നിങ്ങൾ ആരോടും പറഞ്ഞില്ല, പക്ഷേ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയില്ല. വാസ്കോ ദാഗാമയ്ക്ക് പോലും കുഴിച്ചു മൂടേണ്ട സംശയങ്ങളുണ്ട് എന്ന ആശയം. ആ വൈകുന്നേരം പൗലോ യുവാക്കളായ നാവികർക്ക് നിലാവിന്റെ വെളിച്ചത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു. നിങ്ങൾ പ്രതീക്ഷിച്ചതിലും കൂടുതൽ പോയിന്റിംഗ് അതിലുൾപ്പെടുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഒരു നക്ഷത്രക്കൂട്ടത്തിന് ഗോട്ട് വിത്ത് ഹെഡേക്ക് എന്ന് പേരിട്ടു. അത് അദ്ദേഹം സ്വന്തമായി ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് 90% ഉറപ്പുണ്ട്. കാറ്റ് സൗഹൃദപരമായി തുടർന്നു. സമുദ്രം ക്ഷീണിതമായിരുന്നു. നിങ്ങൾ നല്ല ടൈമെടുത്തു. ഒരു ദിവസം ആരോ വിളിച്ചു പറഞ്ഞു, കര. അത് ദൂരെ ഹൊറിസോണിൽ പച്ചയും സ്വർണവും നിറഞ്ഞ ഒരു മങ്ങിയ കാഴ്ചയായിരുന്നു. പക്ഷെ അത് റിയലായിരുന്നു. കര. നിങ്ങളുടെ തൊണ്ട വേദനിക്കുന്നതുവരെ നിങ്ങൾ ആർപ്പു വിളിച്ചു. പിന്നെ നിങ്ങൾ എന്തോ വിചിത്രമായ കാര്യം ചെയ്തു. നിങ്ങൾ ഡെക്കിന്റെ ഒരു കോണിലേക്ക് നടക്കുന്നു. കാലുകൾ കുറ്റിമടക്കിയിരിക്കുന്നു. നിങ്ങളുടെ ചെറിയ മൺവിളക്കെടുക്കുന്നു. അത് കത്തിക്കുന്നു. ഒരു ചടങ്ങുമില്ല, വലിയ കാരണവുമില്ല. അത് ശരിയാണെന്ന് തോന്നുന്നതുകൊണ്ട് മാത്രം. നിങ്ങളുടെ കൈകളിൽ ചെറുതും സ്ഥിരതയുമുള്ള എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നതുകൊണ്ടും. നിങ്ങൾ ഇവിടെ വരെ എത്തിയെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ എന്തെങ്കിലും വേണമെന്ന് തോന്നുന്നതുകൊണ്ടും. നിങ്ങൾ വെറും ഒരു ദൈവത്തിന്റെ ടീ കപ്പിൽ തേങ്ങുന്ന പൊടി മാത്രമല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നതുകൊണ്ടും. ആ രാത്രി ക്രൂ പാട്ടുപാടാൻ തുടങ്ങി. അത് ട്യൂൺ പിഴച്ചതും ക്രമരഹിതവും എന്നാൽ സുന്ദരവുമായിരുന്നു. വാസ്കോ പോലും ഹം ചെയ്തു. നിങ്ങൾ ആരോടും പറഞ്ഞില്ല, പക്ഷേ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറിയില്ല. നാരങ്ങയുടെ മണം നിങ്ങളെ ഉണർത്തുന്നു. ഒരു നിമിഷമെടുത്തു മനസ്സിലാക്കാൻ. ഓറഞ്ചുണ്ടെന്ന് നിങ്ങൾ മറന്നിരുന്നു. ആരോ ഒരു പുതിയ ഓറഞ്ച് പിടിച്ച് നഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ നിന്നുള്ള തിളങ്ങുന്നൊരു വസ്തു പോലെ തിരിച്ചും മറിച്ചും നോക്കുന്നു. അത് ഓർമ്മകളുടെ മണമാണ്. ബാല്യകാലത്തിന്റെ മണം, സ്കർവി കൊണ്ട് മരിക്കാതിരിക്കുന്നതിന്റെ മണം. നിങ്ങൾ കാഴ്ചയിലേക്ക് കണ്ണിച്ചുമ്മി നോക്കുന്നു. പച്ചപിടിച്ച തീരം സ്ലോ മോഷനിൽ വിരിഞ്ഞുവരുന്നു. അപരിചിതമായ പക്ഷികളുടെ ശബ്ദങ്ങൾ നിറഞ്ഞ ചൂടുള്ള കാറ്റ്. കപ്പലിന്റെ ശബ്ദം കുറഞ്ഞിരിക്കുന്നു. മരം പോലും റിലാക്സ്ഡ് ആയതുപോലെ. മുന്നിൽ മൊസാംബിക് കാണുന്നോ, അല്ലെങ്കിൽ അടുത്തുള്ള ദ്വീപുകളിൽ ഏതെങ്കിലും ഒന്നാണെന്നോ അവർ പറയുന്നു. ആർക്കും തീർച്ചയില്ല. മാപ്സൊന്നും മാച്ചാകുന്നില്ല. നക്ഷത്രങ്ങൾ ഇംപ്രവൈസ് ചെയ്യുന്നതുപോലെ തോന്നുന്നു. നാവിഗേഷന്റെ ആ വിചിത്രമായ ഭാഗത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചിരിക്കുന്നു. അവിടെ കൃത്യതയേക്കാൾ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, പ്രാധാന്യമുള്ളൊരു സ്ഥലത്തിന്റെ അടുത്താണെന്ന്. ആളുകളുള്ള സ്ഥലം, ജീവൻ, വ്യാപാര ചർച്ചകൾ. വാസ്കോ തന്റെ ഏറ്റവും നല്ല ആർമർ ധരിക്കുന്നു. അത് കിറുകിറുക്കുന്നതും പൂപ്പൽ മണക്കുന്നതുമാണെങ്കിലും നിങ്ങളോട് ഹെൽം പോളിഷ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇപ്പോൾ അതൊരു സിംബോളിക് കാര്യം മാത്രമാണ്. സൂര്യപ്രകാശം ബ്രാസിൽ തട്ടിത്തിളങ്ങുമ്പോൾ നിങ്ങൾ കണ്ണുചിമ്മുന്നു.
നീല ചാരനിറം, അല്ലെങ്കിൽ ഉപ്പുവെള്ളം തട്ടിയ മരം അല്ലാതെ മറ്റെന്തെങ്കിലും നിങ്ങളുടെ കണ്ണുകൾ കണ്ടിട്ട് എത്ര കാലമായെന്ന് ആലോചിക്കുന്നു. നിങ്ങൾ ലാൻഡിംഗ് പാർട്ടിയുടെ ഭാഗമാണ്. നിങ്ങളും മറ്റു 10 പേരും ഒരു ചെറിയ ബോട്ടിൽ കയറി. വെള്ളമത്ര തെളിഞ്ഞതാണ്, നിങ്ങൾ ആകാശത്തിലൂടെ പറക്കുന്നതുപോലെ തോന്നും. കടലടിത്തട്ട് നിങ്ങൾക്ക് താഴെ നൃത്തം ചെയ്യുന്നു. പവിഴപ്പുറ്റുകൾ, ചെറിയ കല്ലുകൾ, അപവാദമെന്ന പോലെ പായുന്ന മീനുകളുടെ മിന്നലുകൾ. അവസാനം നിങ്ങളുടെ കാലുകൾ നിലത്ത് തൊടുമ്പോൾ അത് യാഥാർത്ഥ്യമാണെന്ന് തോന്നില്ല. ഉറച്ച നിലം. ആദ്യമത് ആടുന്നു, കാരണം നിങ്ങളുടെ ശരീരത്തിന് എങ്ങനെ നിശ്ചലമായി നിൽക്കണമെന്ന് ശരിക്കും ഓർമ്മയില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ അത് നിങ്ങളെ താങ്ങുന്നു, നിശ്ചലമായി, ചൂടോടെ. ഒരു മനുഷ്യൻ അടുത്തേക്ക് വരുന്നു, ഉയർന്നവൻ, തിളങ്ങുന്ന തുണിയിൽ പൊതിഞ്ഞ്, ഒരു കുന്തം കയ്യിൽ പിടിച്ച്, അത് ഭീഷണിപ്പെടുത്താൻ ആവശ്യമില്ലാത്ത ഒരാളുടെ ശാന്തമായ അധികാരത്തോടെ. വിദൂര സാമ്രാജ്യത്തിൽ നിന്നുള്ള പകുതി ഉരുകിയ ശില്പം പോലെ അയാൾ നിങ്ങളെ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുന്നു. വാസ്കോ മുന്നോട്ട് വരുന്നു, പോർച്ചുഗീസ് ഭാഷയിൽ സ്വയം പരിചയപ്പെടുത്തുന്നു. ആ മനുഷ്യൻ സ്വാഹീലിയിൽ മറുപടി നൽകുന്നു. ആർക്കും ഒരു വാക്കും മനസ്സിലാകുന്നില്ല. എങ്കിലും അവർ ഗൗരവത്തോടെ തലയാട്ടുന്നു. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും മര്യാദയ്ക്കായി എന്ന് പറയുന്നത് പോലെ. ഒടുവിൽ ഒരു ട്രാൻസ്ലേറ്റർ പ്രത്യക്ഷപ്പെടുന്നു. അത് അറബായിരിക്കാം, അല്ലെങ്കിൽ നാട്ടുകാരനായിരിക്കാം, ആർക്കും അറിയില്ല. ആ മനുഷ്യന് 6 ഭാഷകൾ അറിയാം. പിന്നെ ധാരാളം തോൾ കുലുക്കുന്നു. എല്ലാവരും എന്താണ് യഥാർത്ഥത്തിൽ പറയുന്നത് എന്നറിയുന്നതിനാൽ മാത്രം ഇവിടെയാണോ അയാൾ ഏറ്റവും പവർഫുള്ളായ ആളെന്ന് നിങ്ങൾ ആലോചിക്കുന്നു. നിങ്ങൾക്ക് പഴങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും ആട്ടിൻപാൽ പുളിപ്പിച്ചതുപോലെ തോന്നുന്ന എന്തോ ഒന്നും ഓഫർ ചെയ്യുന്നു. നിങ്ങൾ പഴമെടുക്കുന്നു, വളരെ കൂടുതൽ പുഞ്ചിരിക്കുന്നു, ആട്ടിൻപാലിന് തലയാട്ടുന്നു. ഈ ആദ്യ ഇൻട്രാക്ഷൻസിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഹിസ്റ്റോറിയൻസ് ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്നു. കുറച്ചുപേർ പറയുന്നു വാസ്കോ വ്യാപാര നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചെങ്കിലും അത് തണുപ്പോടെ സ്വീകരിച്ചപ്പെട്ടു എന്ന്. മറ്റു ചിലർ കരുതുന്നു അവൻ യൂറോപ്യൻ മേധാവിത്വത്തെക്കുറിച്ച് നാട്ടുകാരോട് ലെക്ചർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് വിനയപൂർവ്വം അവഗണിച്ചപ്പെട്ടു എന്ന്. വാസ്കോ ബട്ടനുകൾ കൊടുത്ത് തേങ്ങ വാങ്ങാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ഫ്രിഞ്ച് തിയറികൾ വരെയുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയിലുള്ളത് ചിരിയാണ്, പരിഹാസമല്ല, പരിഹസിക്കുന്നതുമല്ല, വെറും മൃദുലമായ ആശയക്കുഴപ്പത്തിൽ മാനുഷികമായ റെസിപ്പിക്കൽ. ഓവൻ മിറ്റ്സിനുള്ള കൈകുലുക്കാൻ ശ്രമിക്കുന്ന 2 ലോകങ്ങൾ. പിന്നീട് അവർ ട്രേഡ് ചെയ്ത സാധനങ്ങൾ കപ്പലിൽ കയറ്റാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു. ശുദ്ധവെള്ളം, ചെറുനാരങ്ങ, നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സുഗന്ധവ്യഞ്ജനങ്ങൾ, വടക്കും തീരത്തെക്കുറിച്ചുള്ള ഗോസിപ്പ്. ആരോ വാസ്കോയ്ക്ക് ഒരു ജീവനുള്ള കോഴിയെ വിൽക്കുന്നു. അത് കപ്പലിന്റെ മാസ്കോട്ടാകുകയും ഉടനെ തന്നെ കിങ് മാനുവൽ രണ്ടാമനെന്ന് പേരിടുകയും ചെയ്യുന്നു. കോഴി അത് അപ്രൂവ് ചെയ്യുന്നില്ല. സാൻ ഗേബ്രിയലിൽ തിരിച്ചെത്തിയപ്പോഴെല്ലാവരുടെയും മൂഡ് ഉയർന്നു. ആളുകൾ കുളിക്കുന്നു, താടി ട്രിം ചെയ്യുന്നു, ഷർട്ടുകൾ തുന്നുന്നു. ജോ ഒരു കവിത എഴുതാൻ തുടങ്ങുന്നു. അതിൽ സ്പൈസും ലൈസും റൈം ചെയ്യുന്നുണ്ട്. പക്ഷെ 3ാമത്തെ സ്റ്റാൻസയുടെ മൊമെന്റം നഷ്ടം വരുന്നു. വാസ്കോ ഇപ്പോൾ വ്യത്യസ്തനാണ്. അരികുകളിൽ കുറച്ച് സോഫ്റ്റ് ആയെങ്കിലും കൂടുതൽ ഫോക്കസ്ഡായി. അവൻ ഓഫീസർമാരെ ഒരുമിച്ച് കൂട്ടുന്നു. ചിന്തിയ വൈനിൽ വിരൽ കൊണ്ട് മാപ്പ് വരയ്ക്കുന്നു. നീണ്ട കോറിഡോറിന്റെ അറ്റത്ത് കാത്തിരിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ ലിസ്ബണെക്കുറിച്ച് സംസാരിക്കുന്നു. നിങ്ങൾ കടലിലേക്ക് നോക്കി നിന്ന് വീട്ടിൽ എന്തു മണമായിരിക്കുമെന്ന് ആലോചിക്കുന്നു. നിങ്ങളുടെ പഴയ ജീവിതത്തിൽ ഇനിയും ഫിറ്റാകുമോ എന്ന്. നിങ്ങളുടെ കണ്ണിൽ കടൽ വഹിക്കുന്ന ഇപ്പോൾ ആളുകൾ നിങ്ങളെ തിരിച്ചറിയുമോ എന്ന്. ആ രാത്രി സംഗീതമുണ്ടായിരുന്നു. ഒരു ഫ്ലൂട്ട്, ഒരു ഡ്രം, ഒരു ബാരലിനെ പെർക്കഷൻ ആയി ഉപയോഗിക്കുന്ന ഒരാൾ. അത് ഓഫ് ബീറ്റും സിൻസിയറുമായിരുന്നു. ആരോ ഡാൻസ് ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഉടനെ തന്നെ പശ്ചാത്തപിച്ചു. നിങ്ങളെങ്കിലും കൈയടിച്ചു. നിങ്ങൾക്ക് മുകളിൽ നക്ഷത്രങ്ങൾ അവരുടെ അംഗീകാരം മിന്നിച്ചു പൊങ്ങി. നിങ്ങൾ തമാശയ്ക്ക് പേരിട്ട നക്ഷത്രപദങ്ങൾ: ക്രാങ്കി ഗോട്ട്, ദി അപ്സൈഡ് ഡൗൺ ലാമ്പ്, വെയിൽ വിത്ത് റിഗ്രറ്റ്സ്. നിങ്ങളുടെ കപ്പൽ നങ്കൂരത്തിൽ മെല്ലെ ആടുമ്പോൾ നിശബ്ദമായി നോക്കി നിന്നു. നാളെ നിങ്ങൾ വീണ്ടും യാത്ര ചെയ്യും. പക്ഷേ ഇന്ന് രാത്രി കപ്പലിനരികെ നെയ്ത പായയിൽ യഥാർത്ഥ നിലത്താണ് നിങ്ങൾ ഉറങ്ങുന്നത്. നിങ്ങൾ ഓറഞ്ചുകളെക്കുറിച്ച് സ്വപ്നം കാണുന്നു. പായകൾ വീണ്ടും ഉയരുന്നു. മുമ്പത്തേതുപോലെയുള്ള നെർവസ് എനർജിയില്ല. വിജയത്തിന്റെ ഭാവവും അത്ര തന്നെയില്ല. വെറും ദൃഢനിശ്ചയം മാത്രം. നിങ്ങൾ കരയിലെത്തി. കൈകൾ കുലുക്കി. കൊടുങ്കാറ്റുകളും നോട്ടങ്ങളും നിശബ്ദതയും കടന്നുവന്നു. ഇനി വീട്ടിലേക്കുള്ള ദീർഘയാത്ര ബാക്കി. വാസ്കോ കപ്പലിന്റെ മുൻഭാഗത്ത് ഉയർന്നു നിൽക്കുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ അയാൾ കുറച്ച് ക്വയറ്റാണ്. കുറച്ച് ബാർക്ക്, കൂടുതൽ ശ്വാസം. സമുദ്രം അയാളെ വിനയപ്പെടുത്തിയോ അല്ലെങ്കിൽ മറ്റൊന്നും നടിക്കാൻ വയ്യാത്ത വിധം ടയേർഡ് ആയോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നു. അയാളുടെ ആർമർ ഇപ്പോൾ പാക്ക് ചെയ്തു വച്ചിരിക്കുകയാണ്. ഓയിൽ ക്ലോത്തും തകർന്ന അഹങ്കാരവും നിറഞ്ഞ ബാരലിൽ മെല്ലെ തുരുമ്പിക്കുന്നു. കാറ്റ് മിക്കവാറും നിങ്ങൾക്കനുകൂലമാണ്. നിങ്ങൾ സ്വാഹിലി കോസ്റ്റിന് സമാന്തരമായി വടക്കോട്ട് പോകുന്നു. വ്യാപാരികളുടെ ഹിൻഡുകൾ, വിവർത്തനം ചെയ്ത കേട്ടുകേൾവികൾ,
പനയോലയിൽ കുറിച്ചുവെച്ച നക്ഷത്രസ്ഥാനങ്ങൾ എന്നിവയാൽ വഴികാട്ടിപ്പെടുന്നു. നിങ്ങളുടെ ലക്ഷ്യം മലിന്ദിയാണ്. കൂടുതൽ സൗഹൃദപരമായ ഭരണാധികാരികൾ ഉണ്ടാകുമെന്ന് വാസ്കോ കേട്ടിട്ടുള്ള സ്ഥലം. ഒരുപക്ഷേ ഒരു പ്രോപ്പർ പൈലറ്റിനെയും കിട്ടിയേക്കാം. മലിന്ദിയിലെ രാജാവ് ദ ഗാമയെ യഥാർത്ഥത്തിൽ സ്വാഗതം ചെയ്തോ അതോ എതിർനഗരങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടി മാത്രം സഹിച്ചോ എന്നതിനെക്കുറിച്ച് ചരിത്രകാരന്മാർ വാദിക്കുന്നു. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്. നിങ്ങളെത്തുമ്പോൾ നിങ്ങളെ ആരും ഓടിച്ചുവിടുന്നില്ല. ഒരു ഘോഷയാത്രയാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. അത് വലിയ ആഡംബരമുള്ളതല്ല, നാടകീയമല്ല, പക്ഷേ അത് ഉദ്ദേശപൂർവമാണ്. നീണ്ട അങ്കകൾ ധരിച്ച പുരുഷന്മാർ, സ്വർണ്ണനൂലുകൾ കൊണ്ട് നെയ്ത ടർബനുകൾ, മരക്കതുകൾക്ക് പിന്നിൽ നിന്ന് എത്തിനോക്കുന്ന കുട്ടികൾ, ബാൽക്കണികളിൽ നിന്ന് നോക്കുന്ന സ്ത്രീകൾ നിങ്ങൾ സ്വന്തം സാൻഡലുകളിൽ തട്ടി വീഴുമ്പോൾ പതുക്കെ ചിരിക്കുന്നു. വാസ്കോ തലകുനിച്ചു വണങ്ങുന്നു. രാജാവ് ഉയർന്ന പ്രായമുള്ള വെള്ളി പായൽ പോലെയുള്ള താടിയുമായി തിരിച്ചും വണങ്ങുന്നു. ആ യാത്രയിലെ ഏറ്റവും സിങ്ക്രണൈസ്ഡായ മാർഗമായിരുന്നു അത്. കൈജൂരവും തേനും കുന്തിരിക്കവും നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു. നിങ്ങൾ ഓഫർ ചെയ്യുന്നത് മണികൾ, കുറച്ച് തുണി, ആരോ വിലപിടിപ്പുള്ളതാണെന്ന് പറയുന്ന ഒരു ടിൻ വിസിൽ. ഇത് തീരെ അണീക്വലാണ്. പക്ഷേ രാജാവ് എന്തായാലും ചിരിക്കുന്നു. ഒന്നുകിൽ അദ്ദേഹം ഗ്രേഷ്യസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ 7 മാസം കടലിൽ കഴിഞ്ഞ് നിങ്ങൾ എത്ര വിയേർഡായി കാണപ്പെടുന്നു എന്ന് അദ്ദേഹത്തിനറിയാം. പിന്നെ പൈലറ്റ് വരുന്നു. എല്ലാവരും ഇപ്പോഴും ഡിബേറ്റ് ചെയ്യുന്ന ആൾ. അദ്ദേഹം അറബായിരുന്നു, ഇന്ത്യനായിരുന്നു, അതോ ഡിസ്ഗൈസ് ചെയ്ത പോർച്ചുഗീസുകാരനാണോ? നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയാവുന്നതെല്ലാം അദ്ദേഹം നിങ്ങളുടെ കപ്പലിൽ കയറുമ്പോൾ കടലിൻ്റെ ഏറ്റവും മോശം മൂടുകൾ കണ്ടിട്ടും പാനിക്കിനേക്കാൾ ടീയെ പ്രിഫർ ചെയ്യുന്ന ഒരാളെപ്പോലെയാണ് നടക്കുന്നത്. അദ്ദേഹം ചാർട്ടുകൾ പരിശോധിക്കുന്നു, ഒരു തവണ ചിരിക്കുന്നു, ഒരു തവണ മാത്രം. എന്നിട്ട് ഇതൊക്കെ നോൺസെൻസ് ആണെന്ന് അർത്ഥം വരുന്ന എന്തോ പറയുന്നു. പിന്നെ എല്ലാം വീണ്ടും വരയ്ക്കുന്നു. അവൻ സമാധാനത്തോടെ സംസാരിക്കുന്നു, ബഹളം വയ്ക്കാറില്ല. അനുമതി ചോദിക്കുന്നതുപോലെ കണ്ണ് ചിമ്മി ആകാശത്തേക്ക് നോക്കുന്ന ഒരു രീതി അവനുണ്ട്. നിങ്ങൾ അവനെ വിശ്വസിക്കാൻ തുടങ്ങും. എല്ലാവരും അങ്ങനെ തന്നെ. അവൻ്റെ നേതൃത്വത്തിൽ സാവോ ഗാബ്രിയേൽ മലിന്ദിയെ പിന്നിലാക്കി ധൈര്യമായി ഇന്ത്യൻ ഓഷൻ കടന്നുപോകുന്നു. തീരത്തിനടുത്തുകൂടിയല്ല, ദ്വീപുകളിൽ നിന്ന് ദ്വീപുകളിലേക്കല്ല, വെറുതെ മുന്നോട്ട്. തുറന്ന സമുദ്രം, എല്ലാ ദിക്കിലും നീലിമ. ആദ്യം ഇതൊരു ഭ്രാന്ത് പോലെ തോന്നും, പിന്നെ പറക്കുന്നതുപോലെ തോന്നും. കാറ്റനുകൂലമാണ്, പായകൾ നിറഞ്ഞിരിക്കുന്നു, സമുദ്രം അത്ഭുതകരമായി ശാന്തമാണ്. പ്രതീക്ഷിച്ചതിലും വേഗം നിങ്ങൾ കടന്നുപോകുന്നു. ദിവസങ്ങൾ സ്വർണ്ണ ആവർത്തനങ്ങളായി നീണ്ടുനിൽക്കുന്നു. ഭക്ഷണം മെച്ചപ്പെടുന്നു, ഉപ്പിട്ട കയർ കുറയുന്നു, ഉണക്കപ്പഴങ്ങൾ കൂടുന്നു. കിങ് മാനുവൽ II എന്ന കോഴി ഇപ്പോൾ മിഡ് ഡെക്കിൽ രാജകീയ മഹത്വത്തിൽ ഭരണം നടത്തുന്നു. രാത്രിയിൽ പൈലറ്റ് കഥകൾ പറയും. നിങ്ങളുടെ ഭാഷയിലല്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ റിതം ആശ്വാസം നൽകുന്നതാണ്. ഒരു കഥയിൽ മൺസൂൺ മഴ പ്രവചിക്കാൻ കഴിയുന്ന വിവേകമുള്ള മത്സ്യത്തെക്കുറിച്ചാണ്. മറ്റൊന്ന് മരങ്ങളായി മാറിയ 2 സഹോദരങ്ങളെക്കുറിച്ചാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നു. നിശ്ചലമായ ഒരു രാവിലെ നിങ്ങൾ കോഴിക്കോട്ടിറങ്ങുന്നു. നിങ്ങൾ വിചാരിച്ചതിലും വലുതാണത്. വലിപ്പത്തിൽ മാത്രമല്ല, ജീവിതത്തിലും. മാർക്കറ്റുകൾ മുഴങ്ങുന്നു, ഒട്ടകങ്ങൾ മുരളുന്നു, ഗോപുരങ്ങളിൽ നിന്ന് മണികൾ മുഴങ്ങുന്നു. കുരുമുളക്, ഏലക്കം, ചന്ദനം, ചുട്ടരൊട്ടികൾ, എണ്ണപ്പുക, എന്തോ പുളിപ്പ്, എന്തോ മധുരം, ഇവയുടെയെല്ലാം മണം. ഇത് ഓവർവെൽമിംഗ് ആണ്, ജീവനുള്ളതാണ്. സാമൂദ്രിയുടെ കോർട്ട് സംശയത്തോടെയാണ്. നിങ്ങൾ വിചിത്രമാണ്, വിളറിയവരാണ്, ഉച്ചത്തിൽ സംസാരിക്കുന്നവരാണ്. നിങ്ങളുടെ സമ്മാനങ്ങൾ അത്ര ഇംപ്രസീവല്ല. പക്ഷേ വാസ്കോ നെഗോഷിയേറ്റ് ചെയ്യുന്നു. അദ്ദേഹം തലകുനിച്ചു വണങ്ങുന്നു, നിർബന്ധിക്കുന്നു. മറ്റു നാടുകളിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഒടുവിൽ രാജസഭ വഴങ്ങുന്നു. നിങ്ങൾക്ക് താമസിക്കാൻ അനുവാദം കിട്ടി, കുറച്ച് സമയത്തേക്ക്. പരേഡൊന്നുമില്ല, ഫയർ വർക്ക്സ് ഒന്നുമില്ല, വെറും പേപ്പർ വർക്കും കണ്ണുചിമ്മിറ്റലും മാത്രം. എല്ലാം അപ്രതീക്ഷിതമായി സാധാരണമായിരുന്നു. ചരിത്രകാരന്മാർ കൂടുതൽ പ്രതീക്ഷിച്ചു, കൂടുതൽ ഡ്രാമ, കൂടുതൽ മഹത്വം. പക്ഷെ അവർക്ക് കിട്ടിയത് ഒരു നിശബ്ദമായ കരക്കിരക്കം, ഒരു ഡിപ്ലോമാറ്റിക് ചുമലുകുലുക്കൽ, കുറച്ച് കുരുമുളകും എന്നിവയെല്ലാമാണ്. എന്നിട്ടും ഇതിന് പ്രാധാന്യമുണ്ട്. കാരണം നിങ്ങളത് ചെയ്തു. നിങ്ങൾ, ആ ചെറിയ പോർച്ചുഗീസ് സംഘം അത് സാധിച്ചു. നിങ്ങൾ അപരിചിതമായ തീരങ്ങളിലൂടെ നടന്നു, കയ്യപ്പെടുകളിലൂടെ കച്ചവടം ചെയ്തു, നക്ഷത്രങ്ങൾക്ക് പേര് നൽകി, കൊടുങ്കാറ്റുകളെ നേരിട്ടു. വാളുകൾ കൊണ്ടല്ല, പിടിവാശിയും ഉപ്പുനീർ നനഞ്ഞ പ്രതീക്ഷയും കൊണ്ട് ലിസ്ബണിനെയും ഇന്ത്യയെയും ബന്ധിപ്പിച്ച ആദ്യ ആളായി മാറി. ഇപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്.
സുഗന്ധവ്യഞ്ജനങ്ങളും കഥകളും മുറിവുകളും കരയിലെത്താനുള്ള സ്വപ്നങ്ങളുമായി കോഴിക്കോട്ട് ഡോക്കിൽ നിന്ന് നീങ്ങുമ്പോൾ നിങ്ങളൊരു നോട്ടം പിന്നോട്ടിട്ടു. ആഘോഷങ്ങളൊന്നുമില്ല. ഒരു മഹാനഗരം അതിൻ്റെ ദിനചര്യയിലേക്ക് നീങ്ങുന്നതിൻ്റെ സാധാരണ താളം മാത്രം. എന്നിട്ടും അത് മതിയായിരുന്നു. നിങ്ങൾ നിങ്ങളുടെ ബാഗിലേക്ക് കൈയിട്ടു, മൺവിളക്കെടുത്തു, വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് അത് കത്തിച്ചു. കാറ്റില്ലാത്ത ഒരു നിമിഷത്തിലെ തിരുനാളമിൻ്റെ നൃത്തം. നിങ്ങൾ അതിൻ്റെ നൃത്തം കണ്ടു. നിങ്ങൾ പുഞ്ചിരിച്ചു. ഒടുവിൽ നിങ്ങൾ വിശ്രമിച്ചു.